നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡിഗ്രി മെയിൻസിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് എല്ലാവരും ഒന്ന് കയ്യിൽ വെക്കുക. എല്ലാവരും കയ്യിൽ PDF ആണെങ്കിൽ PDF കയ്യിൽ ഓൾറെഡി ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും സിലബസ് നിർബന്ധമായിട്ടും വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിലബസ് പ്രിന്റഡ് കോപ്പി ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ആ PDF എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്തേ. എല്ലാവരും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസിന്റെ PDF ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ സിലബസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാരണം സിലബസ് കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ സെഷൻ കാണാൻ. ഓക്കെ, ഈ സെഷന്റെ ബേസിക് ഉദ്ദേശം, ഓക്കെ, ഇതിൽ നിങ്ങൾ പലവർക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഈസിയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രിലിംസിൽ പഠിച്ചതല്ലേ. ഓക്കെ, അപ്പൊ അത് നമുക്കിന്ന് ടെസ്റ്റ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോളജ് ഒന്ന് നമുക്കിന്ന് ടെസ്റ്റും ചെയ്യാം. ഓക്കെ, എന്തായാലും ഓക്കെ, നമ്മളൊരു ഗോള് നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് 70+ മാർക്സ് നമുക്ക് എന്ത് ചെയ്യണം, ഡിഗ്രി മെയിൻസ്, അത് ഏത് മെയിൻസ് എക്സാം എഴുതിയാലും നിങ്ങൾ ആ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനിയുള്ള അടുത്ത 100 ദിവസം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ഞാൻ MEMന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി MEM അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൈ സ്കോർ ചെയ്യാൻ പറ്റിയ, അതായത് MEM പോലെ സ്കോർ ചെയ്യാൻ പറ്റിയ, നമുക്കറിയാം MEMന്റെ പ്രത്യേകത എന്താ, 10ൽ 10 അല്ലെങ്കിൽ 9ൽ 9, അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ, അതിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. അതേപോലെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ കമ്പനി ബോർഡ് എക്സാം എഴുതുന്നവർക്ക് നമുക്കറിയാം എന്തുണ്ട്, 5 ക്വസ്റ്റ്യൻസ് ആണ് കമ്പനി ബോർഡിനുള്ളത്. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് 5 മാർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇനി അത് സബ് ഇൻസ്പെക്ടറുടെ എക്സാം വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ നമ്പർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാർക്ക് കൂടുതലാണ്, 7 മാർക്സ് ഉണ്ട്. ഇനി എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു 8 മാർക്കോളം ഉണ്ടെന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ പ്രാവശ്യം ഡിഗ്രി മെയിൻസ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്, എല്ലാവർക്കും സെയിം. ഡിഗ്രി മെയിൻസിന് എല്ലാവരുടെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇപ്പൊ നടക്കുന്ന മെയിൻസിന്റെ സിലബസിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് സെയിം ആണ്. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ, ഈവൻ ദോ നിങ്ങൾക്ക് എന്താ പറയാ, കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമാണെന്ന് തോന്നിയാൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചില്ല, റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിച്ച മാർക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ, ഇത് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഞാനായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്റെ ഒരു ആഗ്രഹമാണ്. 5ൽ കൺവെൻഷണൽ ആയിട്ട് 5 ക്വസ്റ്റ്യൻ വന്നാൽ 5ൽ 5ഉം വാങ്ങിക്കുക. ഇതാണ് നമ്മുടെ ഗോൾ. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ ഡിഗ്രി ലെവലിലെ മെയിൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ കറണ്ട് അഫെയറും വരും. അപ്പോൾ ഒരു കറണ്ട് അഫെയർ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് റീസെന്റ് ആയിട്ട് നടന്ന 2 ക്വസ്റ്റ്യൻ പേപ്പർ, ഡിഗ്രി ലെവലിൽ നടന്ന റീസെന്റ് ആയിട്ട് 2 ഡിഗ്രി ലെവല് നടന്നെന്ന് വെച്ചാൽ, ഒന്ന് ജനുവരിയിൽ ഒരു എക്സാം നടന്നിരുന്നു, ഡിഗ്രി മെയിൻസിന്റെ കമ്പനി ബോർഡിന്റെ സെയിം സിലബസ് ആണ്. അത് കേരള പോലീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ എക്സാം ആയിരുന്നു. എനിക്ക് തോന്നുന്നു 17th ജനുവരി 2026 കമ്പനി ബോർഡിന്റെ സെയിം സിലബസ് ഉള്ള ഒരു എക്സാം, ഡിഗ്രി ലെവൽ, കോഡ് 003/2026 ആണ് കോഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും നാളെ ഇതൊരു എക്സാം ആയിട്ട്, അതിന്റെ പ്രിന്റഡ് കോപ്പി അല്ലെങ്കിൽ PDF വെച്ചിട്ട് നിങ്ങൾ ഒരു ടെസ്റ്റ് പോലെ, അതായത് കമ്പനി ബോർഡിന് പഠിക്കുന്നവരാണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ഡിഗ്രി മെയിൻസ് ആണെങ്കിലും, ഇതെന്റെ ഫസ്റ്റ് റിക്വസ്റ്റ് ആണ്. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കുന്നുള്ളതെന്ന്. നിങ്ങളുടെ കറണ്ട് മെയിൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്, ഈ മെയിൻസ് സിലബസ് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങളുടെ കറണ്ട് ലെവൽ എവിടെയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു എക്സാം എഴുതി നോക്കണം.
ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇതിൽ ഈ എക്സാമിലെ ക്വാളിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യും. വേറെ അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമും 2 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അത് ഡിസ്കസ് ചെയ്യും. എന്തിനാണ് ഡിഗ്രി ലെവലിൽ സിലബസും ക്വസ്റ്റ്യൻസും വെച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മൾ എങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വീക്ക് ആയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തെറ്റ് വരുത്തുന്നവർക്കൊക്കെ ഈ ഒരു സെഷനും ഇനി വരാൻ പോകുന്ന ക്ലാസ്സിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഗോള് സെറ്റാണ്. എന്താണ് ഗോള് സെറ്റാണ്? ഫുൾ മാർക്ക് വാങ്ങിക്കുക. മാക്സിമം പോയാൽ അതായത് തെറ്റിക്കാൻ പാടില്ല. ഇനി അത്രയും പേപ്പർ അത്രയും ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഈവൻ എത്ര ഡിഫിക്കൽട്ട് ലെവലിൽ PSC ചോദിച്ചാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഇത് എന്റെ പ്രോമിസ് ആണ്, എന്റെ ഗ്യാരണ്ടിയും ആണ്. ഓക്കെ. ഞാനാണ് ഇത് ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, പറയുന്നത് പോലെ ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന പോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 70 മാർക്ക് വാങ്ങിച്ചു തരും. അപ്പോൾ 25 മാർക്ക് നിങ്ങൾക്ക് MEM നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 5 മാർക്ക് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്തോ. ഓക്കെ. അപ്പൊ അതിനൊരു പഠിക്കേണ്ട രീതി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കേരള ഗവർണൻസിന്റെ ഇപ്പൊ കമ്പനി ബോർഡ് ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആക്ട്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സിലബസ് ആയിട്ട് കുറെ ഇന്റർലിങ്ക്ഡ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആകുന്നതനുസരിച്ച് നിങ്ങൾ കേരള ഗവർണൻസിലും ഇമ്പോർട്ടന്റ് ആക്ട്സിലും നിങ്ങൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. നമ്മൾ വരും ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ കേരള ഗവർണൻസിന്റെയും ഇമ്പോർട്ടന്റ് ആക്ട്സിന്റെ ഒക്കെ സിലബസ് അനലൈസ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, നമ്മുടെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ അപ്പൊ കേരള ഗവർണൻസ് എഗെയിൻ എല്ലാ മെയിൻസ് എക്സാമിനും ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരള ഗവർണൻസിനും നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. 5-ൽ 5 അല്ലെങ്കിലും യൂണിവേഴ്സിറ്റി ടെസ്റ്റിനാണെങ്കിൽ നമുക്ക് 4-ൽ 5 അല്ലെങ്കിൽ 10 കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് കമ്പനി ബോർഡ് വരെങ്കിൽ മിനിമം 8 മാർക്ക് നമുക്ക് വാങ്ങിക്കാം. പക്ഷെ അതിനൊരു വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ എത്ര സ്ട്രോങ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഒരു സിലബസ് അനാലിസിസും നമ്മുടെ സ്ട്രാറ്റജിയും നമ്മൾ എങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല മാർക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ, അപ്പൊ ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട് കുട്ടികൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന രീതിയിൽ, അപ്രോച്ചിൽ. ഓക്കെ. കുറെ കാണാപ്പാഠം പഠിക്കുന്ന, കുറെ ഫാക്ട് പഠിക്കുന്ന രീതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ PSCയുടെ സ്റ്റുഡൻസിന്റെ സൈഡിൽ, പ്രത്യേകിച്ച് 10th 12th ഡിഗ്രി എഴുതുന്ന കുട്ടികൾക്കാണ് ഈ കൂടുതൽ പ്രോബ്ലം ഉള്ളത്. ഓക്കെ. അപ്പൊ അതെല്ലാം കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ തന്നെ അതെങ്ങനെ പഠിക്കണം, അത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് നമുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ആകണ്ടേ. അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന് വെച്ചാൽ നാളെ ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ, നാളെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് ഡിഗ്രി മെയിൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പേടിക്കേണ്ട, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഫൈനൽ ക്രോസ് ചെക്കിംഗ് ആണ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ നാളെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നാളെ എന്ന് പറയുമ്പോൾ 11th June 2026 നിങ്ങൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉടനെ, വീഡിയോ കണ്ട ഉടനെ തന്നെ, അതിപ്പോ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണുന്നവരുണ്ടാവും, ഇപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആയി വന്നവരുണ്ടാവും, എന്താണെങ്കിൽ കൂടി നിങ്ങൾ എത്ര വേഗം ഈ പരീക്ഷ എഴുതുന്നുവോ അത്രയും നിങ്ങൾക്കും ഞങ്ങൾക്കും, അപ്പൊ അതിന്റെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മെന്ററിനെ അറിയിക്കണം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വെറുതെ ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങളുടെ മെന്ററിനോട് പറയണം, ഞാൻ ഈ പരീക്ഷ എഴുതി, ഈ എക്സാം എഴുതിയതിനു ശേഷം എനിക്ക് ഇത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ മെന്ററും കണ്ടിന്യൂസ് ടച്ചാണ്. ഞാൻ ഫുൾ 24 നമ്മുടെ ഓഫീസിലുണ്ട്, മീൻസ് ഞങ്ങൾ ഇതുണ്ട്. അപ്പൊ എന്നും കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മെന്ററിനെ അറിയിക്കണം. എല്ലാവരും ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങളുടെ പേര് പറയാം. ഓക്കെ. നിങ്ങളുടെ മാർക്കും അവിടെ ഇൻഫോം ചെയ്യാം. ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പർ അനാലിസിസ് നിങ്ങൾ മീൻസ് മാർക്ക് അഴിക്കുമ്പോൾ അഴിക്കേണ്ട ഒരു രീതിയുണ്ട്. എങ്ങനെ വെറുതെ ഓക്കെ സാർ എനിക്ക് 40 മാർക്ക് കിട്ടി അല്ലെങ്കിൽ 30 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ. ഓരോ സബ്ജക്റ്റിലും
ഓരോ സബ്ജക്റ്റിലും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിസ്റ്ററിന്ന് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു, ഹിസ്റ്ററിന്ന് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു, എത്ര എണ്ണം റൈറ്റ്, എത്ര റോങ്. ഓക്കെ, എന്നിട്ട് അപ്പൊ റൈറ്റ് റോങ് എടുത്തിട്ട് ഹിസ്റ്ററിന്ന് എത്ര മാർക്ക് കിട്ടി. അതേപോലെ ജോഗ്രഫി, ഞാൻ ഇന്നലെ പറഞ്ഞ 14 സബ്ജക്ട്സും, ഓക്കെ, ഇന്നലെ പറഞ്ഞ ആ 14 സബ്ജക്ട്സിന്റെയും എഴുതിയിട്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും, നമുക്കും എന്താണ് ഒരു ഐഡിയ കിട്ടും. എന്താണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഐഡിയ. പ്രത്യേകിച്ച് ഞാനും ഇത് കാണും, ഈ ഡാറ്റ ഞാൻ കാണും. അപ്പൊ അതനുസരിച്ച് എനിക്ക് വരുന്ന ക്ലാസ്സുകളിൽ എനിക്കും പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഏത് ഏരിയയിലാണ് വീക്ക്, ഏത് ഏരിയയിലാണ് സ്ട്രോങ്. അപ്പൊ വീണ്ടും പറയാണ്, ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ 003/2026 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. 2026 ജനുവരിയിൽ നടന്ന കമ്പനി ബോർഡിന്റെ സെയിം സിലബസ് ഉള്ള കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എക്സാക്ട് സിലബസ് ആണ്, ഓൾമോസ്റ്റ് സെയിം സ്റ്റാൻഡേർഡും ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾക്ക് ആ സിലബസ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റിന്റെ എന്ത് ചെയ്യാം, പോളിറ്റിയിൽ എത്ര, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര മാർക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കേരള ഗവർണൻസിന് എത്ര മാർക്ക് നിങ്ങൾക്ക് ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട്, അതേപോലെ ആർട്സ്, സ്പോർട്സ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതിങ്ങനെ ഒരു പ്രോപ്പറിലായിട്ട് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റർ അത് പറഞ്ഞുതരും. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത് സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 14 സബ്ജക്റ്റ്. ഓക്കെ, ഞാൻ കുറച്ച് സബ്ജക്ട്സിന്റെ ഒരു ഹെഡിങ് പോലെ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് സബ്ജക്ട് എന്തായാലും ഹിസ്റ്ററി ആയിരിക്കുമല്ലോ, A സീരീസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹിസ്റ്ററി ആയിരിക്കും. ഹിസ്റ്ററി നമ്പർ 1 ഹിസ്റ്ററിയിൽ അപ്പോൾ നിങ്ങൾ എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്തു, എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു, റൈറ്റ് എത്ര, റോങ് എത്ര. അപ്പോൾ നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തെങ്കിൽ 3 എണ്ണം ശരിയായെങ്കിൽ, ഒരെണ്ണം തെറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്നിട്ട് ഇവിടെ അതിന്റെ മാർക്സും എഴുതുക. മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് എഴുതുക. അതേപോലെ നമ്പർ 2 സബ്ജക്റ്റ്, അത് ഹിസ്റ്ററി തന്നെ ജോഗ്രഫി. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, അപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 എണ്ണം ശരിയായി, ഒരെണ്ണം തെറ്റിയെങ്കിൽ അതും നിങ്ങൾ എഴുതുക. അങ്ങനെ 14 സബ്ജക്ട്സും എഴുതുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 90 മിനിറ്റ് നിങ്ങൾ ആ എക്സാം 90 മിനിറ്റും നിങ്ങൾ ഉപയോഗിക്കണം. വെറുതെ ഒരു പേരിന് ടെസ്റ്റ്. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥത, ഒരു സിൻസിയാരിറ്റി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. ഇല്ലാത്തടത്തോളം കാര്യം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറയുന്നത് സാർ പറഞ്ഞല്ലേ ഒന്ന് ചെയ്തേക്കാം എന്നുള്ളതിലല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൻസ് എക്സാമിൽ നല്ല റാങ്ക് കിട്ടാൻ വേണ്ടി ആ ഒരു ബോധത്തോടു കൂടി, ശരിക്കും പറഞ്ഞാൽ നാളെയാണ് നിങ്ങളുടെ മെയിൻസ് എക്സാം എന്ന് ഉള്ള ആ ഒരു രീതിയിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിരിക്കും. അതായത് നല്ല ഫ്രഷ് ആയിട്ട്, അത് 9 മണി ആവണമെന്നില്ല, അത് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റ് ഫ്രഷ് ആയി ഒരു 1.5 മണിക്കൂർ ആരോടും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ അടച്ചിരുന്ന് ആ പേപ്പർ ഇരുന്നിട്ട് നിങ്ങൾ എന്താ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ 90 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അത് അങ്ങോട്ട് നിർത്തുക. 90 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എത്ര അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ആൻസർ കീ വെച്ചിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഷീറ്റ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതേപോലത്തെ ഒരു ആൻസർ ഷീറ്റ് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ മെന്ററിനെ അയച്ചു കൊടുക്കാം. അപ്പൊ അതിന് വേണ്ട നമ്മളൊരു അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, ഇനി നമുക്കിത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ 30 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ടും, 40 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ടും, 50 മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടികളെ വേറെ ഗ്രൂപ്പായിട്ടും, അത് എങ്ങനെയാണ് നോക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മലയാളത്തിൽ വീക്ക് ആയിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ വീക്ക് ആയിട്ടുണ്ടാവും, മാത്സ് വീക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ അത് ഇതേപോലെ നമ്മൾ റെഗുലർ ആയിട്ട് കുറച്ച് ടെസ്റ്റ് നിങ്ങളോട് എഴുതാൻ പറയും ഉടനെ തന്നെ. ഓക്കെ, അപ്പോ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഇതേപോലെ മലയാളത്തിൽ, ഇംഗ്ലീഷിലൊക്കെ, മാത്സിലൊക്കെ ഫുൾ ടെസ്റ്റ് വരുന്നുള്ളൂ. അവിടെയൊക്കെ ഇതേപോലെ വേണം, അതിനൊരു ഫോർമാറ്റും ഒരു പേജും തരാം നിങ്ങൾക്ക്, അതങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഓൺലൈനാണ് എക്സാം എഴുതുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ അവിടെ നിന്ന് കിട്ടും. പക്ഷെ എൻ്റെ ഒരു സജഷൻ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ PDF കിട്ടുകയാണെങ്കിൽ, നമ്മൾ ശരിക്കും റിയൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഹാർഡ് കോപ്പി പോലെയല്ലേ പരീക്ഷ എഴുതുന്നത്. അപ്പൊ അതേപോലെ തന്നെ എഴുതി ശീലിക്കുക. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫുൾ ടെസ്റ്റ് വരുമ്പോൾ
ഈവൻ ദോ നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഒരു PDF തരുന്ന രീതിയിൽ ആ 100 ക്വസ്റ്റ്യൻസിന്റെ PDF തരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്ത് തരാം. അപ്പോൾ അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് OMR ഷീറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് പരീക്ഷ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് ചെയ്യാം. നല്ല സുബിക്ക് നമുക്ക് ചെയ്യാം, ഇമ്പ്രൂവ് ആകാം. നമുക്ക് എല്ലാവർക്കും എനിക്കറിയാം നിങ്ങളിപ്പോൾ ഇത്രയും പേര് ഈ ക്ലാസ് ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ എല്ലാവരും സീരിയസ് ആയെന്നുള്ളതിന്റെ ആ സീരിയസ്നെസ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ ലൈവ് കാണുന്നവരുടെ മാത്രമല്ല പറയുന്നത്, ലൈവ് കാണാത്ത ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പൊ അവർ പിന്നീടായിരിക്കും അത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടും. അപ്പം ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങൾ ഈ മെസ്സേജ് ചെയ്ത പ്രവീൺ കുമാർ ആണെങ്കിലും സുബിക്കാണെങ്കിലും ഉണ്മയാണെങ്കിലും അമ്പിളി ആണെങ്കിലും അപ്പൊ നിങ്ങളൊക്കെ എവിടെയാണ്, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് നോളേജ് ലെവലാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വീക്ക്ലി നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ കുറെ സജഷൻസ് പറയും. അപ്പൊ അത് നിങ്ങളുടെ പെർഫോമൻസ് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സജഷൻസ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കുക. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പൊ നാളെ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണാൻ ലേറ്റ് ആവും പിന്നീട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതി അതിന്റെ മാർക്സ് ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. ഓക്കെ, 70+ മാർക്സ് തന്നെ വാങ്ങിച്ചിരിക്കണം. അത് ചുമ്മാ വെറുതെ പറഞ്ഞതല്ല, അതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങളും അതിന് പ്രൊപ്പോഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കോമൺ സ്ട്രാറ്റജി, ഒരു കോമൺ സബ്ജക്ട്, ഇത് എല്ലാ സബ്ജക്ട്സിനും ബാധകമാണ്. ഇത് പൊളിറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ഈ ഒരു രീതി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കോമൺ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും പറയാണ്, സിലബസ് തറവായിരിക്കണം. സിലബസിൽ പറയുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ സിലബസിൽ നിന്ന് PSC ഏതെങ്കിലും ഒരു എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2021-നും 2026-നും ഇടയിൽ ഏതെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാണ്. ഒരു വ്യക്തി എന്ന നില അത് നിങ്ങളുടെ ഗോളാണ്. അടുത്ത 100 ദിവസത്തിന്റെ ഗോളാണ്. മീൻസ് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയലിന്റെ കൂടെ തന്നെ അതാത് ടോപ്പിക്കിന്റെ PYQ നിങ്ങൾക്ക് തരും. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ടിട്ട് ഇതായിരിക്കണം നിങ്ങളുടെ പ്ലാൻ. ഓക്കെ, പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഗുലർ ആയിട്ട് ടെസ്റ്റ് നടത്തും. അപ്പൊ അതും ഇപ്പോഴത്തെ ടെസ്റ്റ് പോലെയല്ല, കുറച്ച് സിലബസ് തീർന്നു കഴിയുമ്പോൾ ഒരു എന്താ പറയാ, ഞാൻ പറയുന്ന റിയൽ എക്സാം എഴുതുന്ന പോലെ PDF പോലെ തരും. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഓൺലൈനിൽ തന്നെ ടെസ്റ്റ് ചെയ്താൽ മതി. അത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിലബസ് ഒന്ന് കവേർഡ് ആവട്ടെ. ഓക്കെ, എത്രയും പെട്ടെന്ന് സിലബസ് ഫാസ്റ്റിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ഓൾറെഡി ഇന്നലെ നിങ്ങളുടെ മെന്റർ ഓൾറെഡി നിങ്ങളോട് ഡിസ്കസ് ചെയ്തതായിരിക്കും അല്ലേ. ഓക്കെ, ഇനി സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ സിലബസിന്റെ കുറെ ടോപ്പിക്സ് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൽ നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൽ കണ്ട ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2026-ലെ 3 സ്റ്റേജിലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റേജ് 3-ലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, സ്റ്റേജ് 1-ൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റേജ് 2-ൽ ഒരു ക്വസ്റ്റ്യൻ, പേരിന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് വന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഡിഗ്രി മെയിൻസിന് വരില്ല. ഡിഗ്രി മെയിൻസിന് അത് നിർബന്ധമായിട്ട് വന്നേ പറ്റൂ. ഡിഗ്രി മെയിൻസിന് എക്സ്പ്ലിസിറ്റ് ആയിട്ട്, അതായത് പ്രിലിംസിൽ പറയുന്ന സിലബസ് അല്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നേ അയ്യോ ചോദിക്കില്ല എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെ ചോദിക്കും, ഏത് ഡിഫിക്കൽട്ട് ലെവലിൽ ചോദിക്കും, അല്ലെങ്കിൽ എത്ര ഈസി ആയിട്ട് ചോദിക്കും എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പൊ ആദ്യത്തെ അപ്പൊ മൊത്തം 16 ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ ലാസ്റ്റത്തെ 3 2026-ലെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിക്കഴിഞ്ഞാൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമല്ല സിവിക്സിന്റെയും, പോളിറ്റി ആൻഡ് സിവിക്സ് എന്നല്ലേ, അപ്പം സിവിക്സിലെ കുറെ ടോപ്പിക് നിങ്ങൾക്ക് കേരള ഗവർണൻസിനുണ്ട്. അപ്പൊ ആ 10 ചോദ്യങ്ങൾ വെച്ചിട്ട്, അപ്പൊ ഇവിടെ
കോൺസ്റ്റിറ്റ്യൂഷൻ വന്നില്ലെങ്കിലും സിവിക്സിന് ചോദ്യം വന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള എല്ലാ പൊളിറ്റിന്റെയും സിവിക്സിന്റെയും ക്വസ്റ്റ്യൻസ് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് ആയിട്ട് കരുതി നിങ്ങൾ അത് സോൾവ് ചെയ്യുക. അത് പഠിക്കുക. നിങ്ങൾ ഓൾറെഡി പ്രിലിംസ് ചെയ്തില്ല, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, മെറ്റീരിയൽ കയ്യിലുണ്ടാവും. അപ്പൊ അതൊന്ന് പ്രോപ്പർലി റിവൈസ് ചെയ്യുക. അതിനൊന്ന് ഞാൻ ഫൈൻ ട്യൂൺ ചെയ്ത് തരാം. ആ പ്രിപ്പറേഷൻ ഒന്ന് ഞാൻ ഫൈൻ ട്യൂൺ ചെയ്ത് തരാം ഇന്നത്തെ സെഷനിൽ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആയാൽ, കുറച്ച് പേര് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് പറയണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആയാലുള്ള ബെനിഫിറ്റ് എന്താണ്? കേരള ഗവർണൻസിനും ഇമ്പോർട്ടന്റ് ആക്ട്സ് ഉള്ള കമ്പനി ബോർഡിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഏരിയ, അപ്പൊ കമ്പനി ബോർഡ് എഴുതുന്ന കുട്ടികൾക്ക് 20 മാർക്കാണ്. 10 മാർക്ക് കേരള ഗവർണൻസ്, 5 മാർക്ക് ഇമ്പോർട്ടന്റ് ആക്ട്സ്, 5 മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് കൺവെൻഷനും പിന്നെ ഒരു കറണ്ട് അഫയർ കൂട്ടുകയാണെങ്കിൽ 3-4 കറണ്ട് അഫയർ കൂടെ വരുമ്പോൾ ഭയങ്കര വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അടിത്തറയായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ മെയിൻസിന്റെ സിലബസ് പറയുന്നത് വളരെ സ്ട്രോങ് ആയേ പറ്റൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ. അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് ആണെങ്കിലും വെയിറ്റേജ് അറ്റ്ലീസ്റ്റ് 5+5 ഉണ്ട്. 5+5 എന്നാണ് കേരള ഗവർണൻസിന് 5ഉം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 ഉണ്ട്. 10 മാർക്ക് എന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല. 10+ കറണ്ട് അഫയർ, ഒരു 2 കറണ്ട് അഫയർ കൂടി 12 മാർക്കായി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ബാക്കി ഡിഗ്രി മെയിൻസിനാണെങ്കിലും SI ആണെങ്കിലും കേരള കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, കേരള ഗവർണൻസും ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് വെക്കാം. അപ്പൊ ഇനി ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 10th ലെവലും 12th ലെവലൊക്കെ സിലബസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കമ്പൈൽ ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് അപ്പം ഇതാണ് സിലബസ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അപ്പൊ ഇതുവരെ ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക, ഒന്ന് കണ്ടുവെക്കുക. ഓക്കെ, അതേപോലെ പ്രിയാമ്പിൾ. ഓക്കെ, പ്രിയാമ്പിളും എങ്ങനെയൊക്കെയാണ് ഡിഗ്രി ലെവലിൽ, അപ്പൊ എൻ്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും, കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. പിന്നെ സിറ്റിസൺഷിപ്പ്. ഓക്കെ, അപ്പൊ ഈ സിലബസിലോട്ട് കയറുമ്പോൾ ഓക്കെ, ഇനി ഇതൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയുന്നവരാണെങ്കിൽ ഇതൊരു കൺസോളിഡേഷൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചോ. ഏതൊരു സബ്ജക്റ്റിലും നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, അത് കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ലൈഫ് സയൻസ് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, നിങ്ങളുടെ ബേസ്, നിങ്ങളുടെ അടിത്തറ, നിങ്ങളുടെ നോളജ്, ആ സബ്ജക്ട് നോളജിന്റെ അടിത്തറ, ബേസ് നോളജ് അല്ലെങ്കിൽ കൺസെപ്ച്വൽ നോളജ് എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതുവരെയും നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്ന ഒരു സ്റ്റൈലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തെങ്കിൽ അത് മാറ്റുക. കാരണം അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഡിഗ്രി മെയിൻസ് പാസ്സാകാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വളരെ എന്ത് കാര്യം പഠിക്കുമ്പോഴും എന്ത് ചെയ്യാം, സ്വയം മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈവൻ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയും നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇന്നത്തെ സെഷനിൽ ഞാൻ കാണിച്ചു തരാം പല ഫാക്ട്സിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ അത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് ഇടലാണ് ഇന്നത്തെ സെഷൻ. ആദ്യത്തെ സെഷൻ ആയിട്ട് കരുതിയാൽ മതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ. ഓക്കെ, ഒരു ബേസ് ആയിട്ട് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനെ കണ്ടാൽ മതി. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഓക്കെ, അഡോപ്റ്റ് ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ 1949 26 നവംബറിനാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തതും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഫാക്റ്റ് ആണ്, അറിയാം. പക്ഷേ ഞാൻ അറിഞ്ഞുകൂടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. അത് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ 2 ഡേറ്റും, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതും. ഓക്കെ, അപ്പോൾ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് 22 കോൺസ്റ്റിറ്റ്യൂഷന് 22 പാർട്സ് ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്
22 പാർട്ടായിട്ടാണ്, പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ 22 പാർട്സും ആ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത്. 8 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോ 2026 അപ്പൊ ഇത് നോട്ട് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാനും സാധ്യതയുണ്ട്. 2026 ജൂൺ 10 ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 22 പാർട്ട് എന്നുള്ളത് ഇപ്പോ 25 പാർട്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 25 പാർട്സ് ഉണ്ട്. ഈ 395 ആർട്ടിക്കിൾ എന്നുള്ളത് 450 മേലെയോളം ആർട്ടിക്കിൾസ് ഉണ്ട്. 8 ഷെഡ്യൂൾ എന്നുള്ളത് 12 ഷെഡ്യൂളായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്, അതായത് 1950 നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 76 ഇയേഴ്സ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് എത്ര വർഷം കഴിഞ്ഞു? 2026 എന്ന് പറയുമ്പോൾ 76 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഈ 76 ഇയേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ 76 ഇയേഴ്സിന്റെ ഇടയിൽ ഈ ടൈം പീരീഡിൽ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ ഒരു ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 22 പാർട്ട് എങ്ങനെ 25 പാർട്ടായി എന്നുള്ളതൊക്കെ ഞാൻ സമയമുണ്ടെങ്കിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ അല്ലെ പല ക്ലാസ്സുകളിലായിട്ടൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, 22 എന്നുള്ളത് 2, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളെ സെവൻത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1956. ഓക്കെ, ഈ അമെൻമെന്റ് ആക്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഈ ഇയർ ഓർത്ത് വെച്ച് 1956 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കരുത്. കേരളം ജനിച്ച ഒഫീഷ്യലി കേരളപ്പിറവി മീൻസ് കേരളം എന്ന സ്റ്റേറ്റ് നിലവിൽ വരുന്നത് 1956 അപ്പൊ ഈ വർഷം നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ആ ഡേറ്റ് മറക്കരുത്. 1 നവംബർ എന്ന ഡേറ്റും നിങ്ങൾ മറക്കരുത്. 1 നവംബർ എന്ന ഡേറ്റ് ഫസ്റ്റ്. അപ്പൊ ഇതാണ് ഈ 1 നവംബറിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു റീസെന്റ് നമ്മൾ എക്സ്ട്രീം പോവർട്ടി എന്നാണ് നിലവിൽ വന്നൊക്കെ നമ്മൾ ഡിസൈഡ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഈ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേരള ഗവർണൻസ് ആയിട്ട് അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പോയിന്റ് എന്താണെന്ന് വെച്ചാല്, അപ്പം ഈ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പഠിക്കാനുണ്ട്. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് സിലബസിൽ കുറച്ച് അമെൻമെന്റ് പറയുന്നുണ്ട്. പക്ഷെ ചില അമെൻമെന്റ് ഇംപ്ലിസിറ്റ് ആയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ എന്തിനാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പറയണത് തന്നെയാന്ന് വെച്ചാൽ, ഈ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നിലവിൽ വന്നപ്പോൾ നമ്മുടെ 2 പാർട്ട് 22 പാർട്സ് ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷന് എന്ത് സംഭവിച്ചു? 2 പാർട്ട് ഇല്ലാണ്ടായി, റിപ്പീൽ ചെയ്തു, എടുത്തു മാറ്റി 2 പാർട്ട്. അത് ഏതൊക്കെയാണ്? പാർട്ട് 7ഉം പാർട്ട് 9ഉം. 2 പാർട്ട് 7 ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാർട്ട് 7ഉം പാർട്ട് 9ഉം. എന്താണ് പാർട്ട് 7ഉം പാർട്ട് 9 എന്ന് വെച്ചാൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ നമ്മൾ ഈ പണ്ടത്തെ സ്റ്റേറ്റ്സിന്, അതായത് ബ്രിട്ടീഷ് പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പല കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ ഫോം ചെയ്തപ്പോൾ പല കാറ്റഗറി ഓഫ് ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, പല കാറ്റഗറി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇനീഷ്യലി സ്റ്റേറ്റ്സിനൊക്കെ പാർട്ട് A സ്റ്റേറ്റ്, പാർട്ട് B സ്റ്റേറ്റ്, പാർട്ട് C സ്റ്റേറ്റ്, പാർട്ട് D സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ എന്താണ്, പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സിന് ഒരു പാർട്ട്, അല്ലെങ്കിൽ ചെറിയ യൂണിയൻ ടെറിട്ടറി പോലത്തെ സ്റ്റേറ്റ് അല്ല അങ്ങനത്തെ ഏരിയക്ക് ഒരു പാർട്ട്, അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, പാർട്ട് A എന്താണ്, പാർട്ട് B എന്താണ്, പാർട്ട് C എന്താണ്, പാർട്ട് D എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കും. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ഇല്ലാണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 2 പാർട്ടിന് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ 1956 എന്ത് സംഭവിച്ചു? ഈ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വന്നോടുകൂടി എന്തായി, 2 പാർട്ട് നമുക്ക് കുറഞ്ഞു, നഷ്ടപ്പെട്ടു. അപ്പം എത്ര പാർട്സ് ആയി മാറി? 20 എണ്ണേ ഉള്ളൂ. 20 ആയി മാറി. 20 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയി മാറി. അതായത് 20 പാർട്സ് ആയി മാറി. 20 പാർട്ടേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ. എപ്പോ? 1956
ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് രണ്ട് പാർട്ടിൽ എടുത്തു കളഞ്ഞത്? 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1956. ഏത് പാർട്ടാണ് റിമൂവ് ചെയ്തത്? പാർട്ട് 7ഉം ആൻഡ് പാർട്ട് 9ഉം. ഇല്ല, രസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് 7 ഇല്ല, ഇപ്പോഴും പാർട്ട് 7 മിസ്സിംഗ് ആണ്. അപ്പൊ പാർട്ട് 6 കഴിഞ്ഞാൽ പാർട്ട് 7 ഇല്ല, പിന്നെ പാർട്ട് 8 ആണ് വരുന്നത്. അപ്പൊ പാർട്ട് 7 1956 റിമൂവ് ചെയ്തതാണ്. പക്ഷെ പാർട്ട് 9 ഇപ്പൊ ഇവിടെ ഉണ്ട്. പാർട്ട് 9 ആണ്. അതുകൊണ്ടാണ് ആ പാർട്ട് 9ന്റെ അവിടെ ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോ പഞ്ചായത്ത് പാർട്ട് 9 ആയതും മുനിസിപ്പാലിറ്റി പാർട്ട് 9A ആയത് മാറിയത്. ഓക്കെ, അതിലോട്ട് വരാം. ഓക്കെ, അപ്പൊ 1956 22 എന്നുള്ളത് 20 ആയി. ഇനി 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് നിങ്ങൾ നോക്കിയ സിലബസ് എടുത്ത് നോക്കിയ സിലബസിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ലേറ്റ് ആയിട്ട് വന്നവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും ഞാൻ സിലബസ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാവരോടും സിലബസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് എക്സാം എഴുതുകയാണെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് സെയിം ആണ്. അപ്പൊ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ അമെന്റ്മെന്റ് ആണെന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അവിടെ 42, 44 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ഈ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. അതിനെ നമ്മൾ മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ് എന്ത്? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്? അത് 42ാമത്തെ അത് എമർജൻസി 76. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താ? ഇത് ഇനി ഓർത്ത് വെച്ചോ. 56 പോലെ 56 കേരളം പിറന്ന പോലെ തന്നെ എന്താണ് എമർജൻസിയുടെ കാലം 20 വർഷം 56+20 അല്ലെങ്കിൽ എമർജൻസിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ഈ ആക്ട് ഇന്ദിരാഗാന്ധി പാസ്സാക്കുന്നത്. 1975-77 എമർജൻസി. ഓക്കെ, അപ്പൊ ഈ അമെന്റ്മെന്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇനി ഈ അമെന്റ്മെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ട് പുതിയ പാർട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, എന്താണ്? അപ്പൊ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976 എന്താ ചെയ്തത്? രണ്ട് പുതിയ പാർട്ട് ആഡ് ചെയ്തു. ഏതൊക്കെയാണ് ആ പാർട്ട്? നിങ്ങൾക്ക് അറിയാം. ഒന്ന് പാർട്ട് 4A. എന്താണത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പിന്നെ പാർട്ട് 14A, ഓർത്തിരിക്കാൻ സുഖമാണ്, 4 14 4+10 14. അപ്പൊ 4 14. എന്താണ് ഇതിന് 14ന്റെ പ്രത്യേകത? ട്രിബ്യൂണൽസ്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14A ട്രിബ്യൂണൽസ് ഉണ്ട്, സിലബസിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും മറ്റ് ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞിട്ട് 2 ആർട്ടിക്കിൾ ഉള്ള ഒരു പുതിയ പാർട്ട് കൊണ്ടുവന്നു. അപ്പോ 76 ആയപ്പോ ഇപ്പൊ എത്ര പാർട്ടുണ്ട്? 22 പാർട്ടായി. 20 എന്നുള്ളത് 2 ആഡ് ചെയ്ത് 20ലേക്ക് 2 ആഡ് ചെയ്തപ്പോ 22 ആയി. 2 ആഡ് ചെയ്തപ്പോ 22 ആയി. അപ്പൊ 1976 ആയപ്പോഴത്തേക്കും നമുക്ക് എത്ര പാർട്ടായി മാറി? 22 പാർട്ടായി മാറി. ഓക്കെ, ഇനി 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് അതും നിങ്ങളുടെ സിലബസിലുണ്ട്. പുതിയ പാർട്ട് ആഡ് ചെയ്തു. അപ്പൊ 73rd നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയുന്നത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ അർത്ഥം വെറുതെ എഴുതി വെക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്നല്ല. അതിന്റെ അർത്ഥം എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ അർത്ഥം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? വെറുതെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കലി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആണ് സിമ്പിൾ അതിന്റെ അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതറിഞ്ഞു എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. വെച്ചാൽ തോന്നിയടുത്തല്ല, ഒരു പുതിയൊരു പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് തോന്നിയ സ്ഥലത്തല്ല പാർട്ട് കൊണ്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് കൊണ്ട് എന്ത് ചെയ്തേക്കണത്? ഇതിനെ ഇൻസേർട്ട് ചെയ്തേക്കണം. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിയൻ കഴിഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത് സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് യൂണിയൻ ടെറിട്ടറീസ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ നോക്കിയേ, സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ യൂണിയൻ, അതായത് നമ്മുടെ ഓർഗൻസ് അറ്റ് ദി, അതായത് യൂണിയൻ എക്സിക്യൂട്ടീവ്, യൂണിയൻ ജുഡീഷ്യറി, അല്ലെങ്കിൽ
യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന, അപ്പൊ യൂണിയനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഇത് സ്റ്റേറ്റിൽ തന്നെ യൂണിയന്റെ കൺട്രോളിലുള്ള യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് വരുന്നത്, പഞ്ചായത്ത് വരുന്നത്. അങ്ങനെയാണ് എന്ത് വരുന്നത്. അപ്പൊ പാർട്ട് 8 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് 8 എന്താണ്, യൂണിയൻ ടെറിട്ടറി ആണ്. അതുകൊണ്ടാണ് പാർട്ട് 9 പഞ്ചായത്ത് വന്നത്. യൂണിയൻ ടെറിട്ടറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടയർ ഓഫ് ഗവൺമെന്റ് എന്താണ്, ലോക്കൽ ലെവലിലാണ്. അങ്ങനെയാണ് പാർട്ട് 9 അവിടെ കാലിയാണ് അല്ലെ. 7th അമെന്റ്മെന്റ് കാരണം അവിടെ പാർട്ട് 7ഉം പാർട്ട് 9 അവിടെ ഫ്രീ ആയിരുന്നു. അപ്പൊ അവിടെ കൊണ്ടേ ഇതിനെ എന്ത് ചെയ്തു, പഞ്ചായത്തിനെ പാർട്ട് 9 കൊണ്ടിട്ടു. അപ്പൊ ഇനി പാർട്ട് 10 ഓൾറെഡി ആരോ ഒക്യുപ്പൈ ചെയ്തു, അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ പാർട്ട് 10 മുനിസിപ്പാലിറ്റി ആക്കാൻ പറ്റില്ല. അപ്പൊ പാർട്ട് 9 കഴിഞ്ഞപ്പോ അടുത്ത പാർട്ട് എന്താ, ഒരു നോമൻക്ലേച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ 9A, 9 ഒരു ക്യാപിറ്റൽ ലെറ്റർ A ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു അടുത്തത് നീയാണ്. അപ്പൊ പാർട്ട് 9, പാർട്ട് 9A, പാർട്ട് 10. അപ്പൊ അങ്ങനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ. അപ്പൊ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഓർത്തു വെക്കുക. അപ്പോൾ 73rd അമെന്റ്മെന്റും 74th അമെന്റ്മെന്റും വന്നപ്പോഴത്തേക്കും എന്തായി, നമ്മുടെ പാർട്ടിന്റെ എണ്ണം എത്രയായി മാറി, ഈ രണ്ടെണ്ണം കൂടി ചേർന്നപ്പോൾ 2 പാർട്ട് കൂടി ആയപ്പോൾ 24 ആയി. ഇനി നിങ്ങളുടെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്ന് കാണാൻ പറ്റും. 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്ന് നിങ്ങൾക്ക് സിലബസിൽ കാണാൻ പറ്റും. അതെന്താണ്, കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്തു. കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്തു. എന്നിട്ട് എവിടെയാണ് കൊണ്ടിട്ടത്, അടുത്ത് പാർട്ട് 9B എന്ന് പേരിട്ടു. പാർട്ട് 9B എന്ന് പേരിട്ടു. അപ്പൊ പാർട്ട് 9 ഉണ്ട്, പാർട്ട് 9A ഉണ്ട്, പാർട്ട് 9B ഉണ്ട്. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര പാർട്സ് ആയി, മൊത്തം ഇപ്പോ 25 പാർട്സ് ആയി. അപ്പൊ ഇത് ഓർത്തിരിക്കണം. അപ്പം നിലവില് നമുക്ക് 25 പാർട്സ് ഉണ്ട്, 25 പാർട്സ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, 25 പാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ കോർപ്പറേറ്റ് പാർട്ട് 9Bയും നിങ്ങൾ പഠിക്കണം. കാര്യം സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്താ ചെയ്തത്, പുതിയൊരു പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ആർട്ടിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതും പഠിക്കണം, നമുക്ക് മെയിൻസിന് വേണ്ടിയിട്ട് അതൊക്കെ പഠിക്കണം. അത് പഠിച്ചിട്ട് കോഓപ്പറേറ്റീവ്സിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് PSC ചീത്ത വിളിക്കരുത്, ഇതെന്തിനാണ് ഇതൊക്കെ ചോദിച്ചെന്ന് ചോദിക്കരുത്. അതൊക്കെ നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണ്, അത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആ 25 പാർട്ട് ഉണ്ട്. ആ 25 പാർട്ടിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇങ്ങനെ ഓരോ പാർട്ടിനും. അപ്പൊ പാർട്ട് 1 എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അപ്പൊ അത് നിങ്ങൾക്ക് ഡയറക്ട്ലി സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തില്ല. ഓക്കെ, പക്ഷെ സിറ്റിസൺഷിപ്പ് ആണ് പാർട്ട് 2. സിറ്റിസൺഷിപ്പ് ആണെന്ത്, പാർട്ട് 2 എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇപ്പൊ സിലബസിൽ അതൊന്നും കിടക്കുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, പാർട്ട് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി നിങ്ങൾ എല്ലാ ആർട്ടിക്കിൾസും കാണാപ്പാഠം പഠിക്കരുത്. പക്ഷെ ആർട്ടിക്കിളെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ കാണാപ്പാഠം പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പഠിച്ചത്, ഇത് വെറുതെ മഗപ്പ് ചെയ്യാനല്ല, അതൊരു അറേഞ്ച്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് 1 എന്ന് പറയുന്നത് ഓരോ പാർട്ടിനെ കുറിച്ചിട്ടും വിശദീകരമായി മീൻസ് ഓരോരോ ടോപ്പ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞു പോകും. ഓക്കെ, പാർട്ട് 1 എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ആണെങ്കിൽ പാർട്ട് 2 എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആണ്. സിറ്റിസൺഷിപ്പിന് റിലേറ്റഡ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെ ഒരു ഭാഗം വേറെ എവിടെയും എന്ത് ചെയ്യുന്നില്ല, സിറ്റിസൺഷിപ്പിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, പാർട്ട് 2ലാണ്. അപ്പൊ പാർട്ട് 2 എന്ന് പറയുമ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, ആർട്ടിക്കിൾ 5, 6 അങ്ങനെ ആർട്ടിക്കിൾ 11 വരെ അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ട് 3 എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് സിലബസിലുണ്ട്, അപ്പൊ അത് അറിഞ്ഞിരിക്കണം. പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോ അവിടെ ആർട്ടിക്കിൾ നോക്കിയേ എങ്ങനെ തുടങ്ങുന്നത്, അടുത്ത ആർട്ടിക്കിൾ 11 കഴിഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 12. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 12 മുതൽ 35 വരെ. അപ്പൊ ഈ റേഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അപ്പൊ ഒരു ചെറിയൊരു ഇതില് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചെറിയൊരു നോട്ട്ബുക്ക്, ഇപ്പൊ എല്ലാ സബ്ജക്റ്റിനും ചെറുതായ നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് വേണം. ഭയങ്കര ഡീറ്റെയിൽ നോട്ട്സ് ഒന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ അതിൽ ഒരു നോട്ടാണ് നിങ്ങൾക്ക് വേണ്ടതാണ്. ഓരോ പാർട്ട് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു, ആ കണക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം
ഫണ്ടമെന്റൽ റൈറ്റ്സ് വേറെ എവിടെയും പറയുന്നില്ല. എവിടെ പറയുന്നുള്ളൂ? അപ്പൊ ആർട്ടിക്കിൾ 45 ഫണ്ടമെന്റൽ റൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം 35 കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് തീർന്നു. അതല്ല ആർട്ടിക്കിൾ 9 ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഫണ്ടമെന്റൽ റൈറ്റ് തുടങ്ങുന്നത് എവിടെയാണ്? 12 തുടങ്ങുന്നു, 35 അവസാനിക്കുന്നു. അപ്പൊ ഈ റേഞ്ച് അറിഞ്ഞിരിക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പാർട്ട് 3, അത് പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അത് തുടങ്ങുന്നത് 12, 35 അവസാനിക്കണം. അപ്പൊ അത് പിന്നെ അതിൽ കുറെ സബ് കാറ്റഗറി ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഫണ്ടമെന്റൽ റൈറ്റ്സിനോ അല്ലെങ്കിൽ റിട്സിനോ. അപ്പോൾ ഓർത്തു വെച്ചോ, നമ്മൾ PSC ചോദ്യം ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എങ്ങനെ വരും എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, പ്രിയാമ്പിൾ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ്, ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉറപ്പിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് കൂടാണ്ട് ആർട്ടിക്കിൾ 32 നിങ്ങൾ 5 റിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രിലിംസിൽ സിലബസിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ മെയിൻസിൽ എടുത്തു പറയുന്നുണ്ട്, സിലബസിൽ എടുത്തു പറയുന്നുണ്ട് റിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ 5 റിറ്റ്സും പറയുന്നുണ്ട് ഇവിടെ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെഷ്യോ, റിക്കവർ എന്ന് പറഞ്ഞിട്ട് 5 എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ 2 ഭാഗത്ത് നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഇതും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ്. ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ ആ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഒക്കെ നിങ്ങളുടെ സിലബസിൽ ഉണ്ട്. അപ്പൊ ആർട്ടിക്കിളിന്റെ റേഞ്ച് അറിഞ്ഞിരിക്കണം. സിറ്റിസൺഷിപ്പ് 5 തുടങ്ങുന്നു, 11 അവസാനിക്കുന്നു, 12 തുടങ്ങുന്നു, 35 അവസാനിക്കുന്നു. ഇനി പാർട്ട് 4 ആണെന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അത് എവിടെയാണ് തുടങ്ങുന്നത്? അടുത്ത 35 കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? 36. 35 കഴിഞ്ഞാൽ എന്താണ്? 36. അപ്പൊ DPSP പാർട്ട് 3 കഴിഞ്ഞാൽ പാർട്ട് 4 36 തുടങ്ങുകയാണ്. എവിടെ അവസാനിക്കുന്നത്? 51. 36 മുതൽ 51 DPSP ഡീൽ ചെയ്യുന്നത്. DPSP എന്ന പ്രൊവിഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഡീൽ എവിടെയാണ്? ആ റേഞ്ച് എന്താണ്? 36 മുതൽ 51 വരെയാണ്. അതാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ നോക്കിയേ, പിന്നെ വന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താ? എപ്പോഴാണ് വന്നത്? 46th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നാണ് പാർട്ട് 4A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോക്കി, ഇതൊരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർത്തു വെച്ചോ. എവിടെയെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിളിന്റെ നമ്പറിൽ ക്യാപിറ്റൽ ലെറ്റർ കണ്ടാൽ പൊതുവെ എന്താണ് ക്യാപിറ്റൽ? 51A. അപ്പൊ ഈ A കണ്ടാൽ ക്യാപിറ്റൽ ആർട്ടിക്കിളോടെ അതിന്റെ അർത്ഥം എന്താണ്? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നില്ല. ഇത് അമെന്റ്മെന്റ് കൊണ്ട് പിന്നീട് ഇൻസേർട്ട് ആയ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇതാണ്. ഉദാഹരണം പറഞ്ഞാൽ 243I അല്ലെങ്കിൽ 243J എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? പഞ്ചായത്തായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെയാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് 243 ആ റേഞ്ചിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോ അവിടെ അതെന്താണ്? പിന്നീട് ആഡ് ചെയ്തതാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്. എന്താണ്? സബ് ക്ലോസ് വരും. ക്ലോസ് അതായത് ഇപ്പൊ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് A എന്ന് പറയുന്ന ആ ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ ആണ്. അത് ആർട്ടിക്കിൾ 19 ക്ലോസിന്റെ അതിന്റെ അകത്തുള്ള സബ് ക്ലോസസ് ആണ്. അത് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് അതിനെല്ലാപ്പോഴും നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ. അത് സ്മോൾ ലെറ്റർ ആണത്. അങ്ങനെ തെറ്റായിട്ട് അവിടെ ആർട്ടിക്കിൾ 19(1) ക്യാപിറ്റൽ ലെറ്റർ A എന്നിട്ട് അത് തെറ്റാണത്. അങ്ങനെയല്ല എഴുതേണ്ടത്. സ്മോൾ ലെറ്റർ ആണ് അത് എഴുതേണ്ടത്. സബ് ക്ലോസ് ആണത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്ക് പിന്നീട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോളജ് ഒക്കെ, ബേസിക് നോളജ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നിങ്ങൾക്ക് സിലബസ് ഉണ്ട്. അപ്പം DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഈ DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ലിങ്ക് ചെയ്ത് ഒരുപാട് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഉണ്ട്. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഒക്കെ ഇവരൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട്. വേറെയും കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അത് നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പൊ അതിനെ ലിങ്ക് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റും ഈ പോർഷനായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്ന ഒരു പോർഷൻ, ഈ ഒരു ഏരിയ നിങ്ങൾ കാര്യമായിട്ട് പ്രിലിംസിൽ ഉണ്ടെങ്കിൽ കൂടിയും സിവിക്സിൽ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. കാര്യം വലിയ സിലബസും എന്താണ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, എന്നാൽ അവിടെ പ്രിലിംസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഡിഗ്രി മെയിൻസിന് നമുക്കത് പറ്റൂല. നമുക്കിത്
വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമല്ല, ഞാൻ പറഞ്ഞു കേരള ഗവർണൻസിനാണെങ്കിലും മറ്റ് ഇമ്പോർട്ടന്റ് ആക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഏരിയ നമുക്ക് നന്നായിട്ട്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തമായിട്ട് നല്ല തറല് പഠിച്ചേ പറ്റൂ. അപ്പോ അത് നിങ്ങൾ അറിയാം. അപ്പൊ ഇനിയിപ്പോ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ ഇതാണ് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട് സിലബസിൽ. എന്നിട്ട് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, യൂണിയൻ ജുഡീഷ്യറി, പിന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ജുഡീഷ്യറി. ഇത്രേ പറയുന്നുള്ളൂ സിലബസിൽ, ഇത്രേ പറയുന്നുള്ളൂ. പക്ഷെ ആ സിലബസിന്റെ ഡെപ്ത് മനസ്സിലാക്കാനും ഇത് കുറെ കാര്യങ്ങൾ ഓർത്ത് ബേസ് ഇട്ട് വെക്കാനുമാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ സിലബസിനെ ഒന്ന് കീറി മുറിച്ച് തരാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. അപ്പൊ പാർട്ട് 4 നമുക്ക് DPSP ആണെന്ന് അറിയാം. പാർട്ട് 4A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെന്ന് അറിയാം. അപ്പൊ അടുത്ത പാർട്ട് 5 എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോ, പാർട്ട് 5 എന്ന് പറയുന്നത്, ആ പാർട്ട് 5ന്റെ പേരാണ് ദ യൂണിയൻ. അതാണ് ആ പേര്, ദ യൂണിയൻ എന്നാണ് പാർട്ട് 5 എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട് 5ന്റെ റേഞ്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 52 തുടങ്ങി. അപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ യൂണിയൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവ്, പിന്നെ യൂണിയൻ ലെജിസ്ലേച്ചർ, അത് പാർലമെന്റ്, പിന്നെ യൂണിയൻ ജുഡീഷ്യറി. അപ്പൊ യൂണിയൻ ജുഡീഷ്യറി അത് കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടി ഉണ്ട്, എന്താണ്? CAG. അതാണ് ചാപ്റ്റർ വൈസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പൊ എന്തായാലും യൂണിയനെ റിലേറ്റഡ് ആയിട്ട് ഡീൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവിനെ, പാർലമെന്റ്, ജുഡീഷ്യറി ഡീൽ ചെയ്യുന്ന ആ റേഞ്ച് എന്ന് പറയുന്നത് 52 മുതൽ ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ്. 52 മുതൽ 151 വരെയാണ് എന്ത്? യൂണിയൻ. അപ്പൊ അവിടെ യൂണിയൻ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? എന്നുവെച്ചാൽ എന്താ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അർത്ഥം? സിസ്റ്റമാറ്റിക് ആയിട്ടല്ലേ അറേഞ്ച് ചെയ്തേക്കണത്. അപ്പൊ ആദ്യം യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ട്, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അവിടെ പ്രസിഡന്റിനെ കുറിച്ചും വൈസ് പ്രസിഡന്റിനെ കുറിച്ചും യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചും അവിടെ പ്രൈം മിനിസ്റ്റർ വരും. അപ്പൊ അതെല്ലാം അവിടെ പറയുന്നുണ്ട് യൂണിയൻ എക്സിക്യൂട്ടീവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർലമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂണിയൻ ജുഡീഷ്യറിനെ കുറിച്ച് പറയുന്നുണ്ട് ലാസ്റ്റിൽ. അപ്പൊ അങ്ങനെ ചാപ്റ്റർ വൈസ് ആണ്. അപ്പൊ ആദ്യ ചാപ്റ്റർ 1 പാർട്ട് 5ന്റെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. അതിന്റെ ആർട്ടിക്കിളിന്റെ റേഞ്ച് നോക്കിയേ, 52 തുടങ്ങി 78 അവസാനിക്കുന്നു. ഏത്? യൂണിയൻ എക്സിക്യൂട്ടീവ് അവിടെയാണ്. ഇനി പാർലമെന്റ് ആണെന്ത്? ചാപ്റ്റർ 2, പാർട്ട് 5ന്റെ ചാപ്റ്റർ 2 ആണെന്ത്? പാർലമെന്റ് എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണോട്ടോ, സിലബസിൽ പാർലമെന്റ് ഉണ്ട്. അപ്പൊ പാർട്ട് 5 ആണെന്ന് അറിഞ്ഞിരിക്കണം. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചാപ്റ്റർ ചോദിക്കുക, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ചാപ്റ്റർ 2, പാർട്ട് 5ന്റെ ചാപ്റ്റർ 2 ആണ്. ആർട്ടിക്കിൾ റേഞ്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ പാർലമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 79 തുടങ്ങി 122 അവസാനിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോണ്ടോ ചാപ്റ്റർ 2 ഉണ്ട്, പിന്നെ അടുത്ത യൂണിയൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ 4 ഉണ്ട്. ചാപ്റ്റർ 3 എവിടെ പോയി? ചാപ്റ്റർ 3ക്ക് എന്ത് സംഭവിച്ചു? അപ്പോ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ യൂണിയൻ എക്സിക്യൂട്ടീവ് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 യൂണിയൻ ലെജിസ്ലേച്ചർ. നമ്മൾ അതിനെ യൂണിയൻ ലെജിസ്ലേച്ചർ വിളിക്കുന്ന പേരാണ് പാർലമെന്റ്. ഇനി ചാപ്റ്റർ 3 എന്താ പറയുന്നത് വെച്ചാല്, അപ്പൊ എക്സിക്യൂട്ടീവിന്റെ ജോലി എന്താ എക്സിക്യൂട്ടീവിന്റെ ജോലി? ഈ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങൾ, ലോസ് എക്സിക്യൂട്ട് ചെയ്യലാണ് എക്സിക്യൂട്ടീവിന്റെ ജോലി. ഓക്കെ, അപ്പൊ നിയമങ്ങൾ പാസ്സാക്കുന്നത്, നിയമങ്ങൾ എനാക്ട് ചെയ്യുന്നത് ആർക്കേ പറ്റുള്ളൂ? പാർലമെന്റിന്. സെൻട്രൽ ലെവലിൽ പാർലമെന്റിനും സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില എമർജൻസി, ചില സാഹചര്യത്തില് പ്രസിഡന്റിന്, അതായത് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഹെഡായ, അതായത് നമ്മളെല്ലാ കാര്യം പ്രസിഡന്റിന്റെ പേരിലാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്ററിനാണ് റിയൽ പവർ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ബില്ലിനെ ആക്ട് ആക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ സൈൻ ആണ്, അല്ലാതെ പ്രൈം മിനിസ്റ്ററിന്റെ സൈൻ അല്ല. അപ്പൊ അവിടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന നിലയിൽ പ്രസിഡന്റിന്, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, ഒരു ഓർഡിനൻസ് മേക്കിംഗ് പവർ കൊടുത്തിട്ടുണ്ട് പ്രസിഡന്റിന്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഗവർണർക്കും ഓർഡിനൻസ് മേക്കിംഗ് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് എന്താണ്? ഈ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദി പ്രസിഡന്റ് ആണ് ചാപ്റ്റർ 3. അപ്പൊ ഒറ്റ ആർട്ടിക്കിളാണ്. 122 കഴിഞ്ഞിട്ട് ചാപ്റ്റർ 4 തുടങ്ങുന്നത് നോക്കിയേ. ഏത് ആർട്ടിക്കിളാണ്? 124 ആണ്. അപ്പൊ അവിടെ ഒരു ആർട്ടിക്കിളെ മിസ്സിംഗ് ഉള്ളൂ, ഒറ്റ ആർട്ടിക്കിളെ മിസ്സിംഗ് ഉള്ളൂ. ഏതാണ് ആ മിസ്സിംഗ് ആർട്ടിക്കിൾ? 1, 2, 3. എന്ത് സുഖമാണ്, എന്ത് നല്ല നമ്പറാണ് 1, 2, 3. മറന്നുപോവോ? ഇല്ല. എന്താ 1, 2, 3? 1, 2, 3 എന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ.
ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ്. അപ്പൊ ഈ ആർട്ടിക്കിൾ നമുക്ക് ഓർത്തൊക്കെ എളുപ്പമല്ലേ? 1, 2, 3 1, 2, 3. ഓക്കെ, അതേപോലെ തന്നെ ഈ രണ്ടിനെ ഒന്ന് സ്വാപ്പ് ചെയ്താല് 2 1 സ്വാപ്പ് ചെയ്ത് എന്തായി 2 1 3 ആയില്ലേ? ഇതാണെന്ത്? ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ. ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവറിന്റെ ആർട്ടിക്കിൾ എന്താണിത്? 213. ഓക്കെ, അവിടെയും എന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ 4 സ്റ്റേറ്റിന്റെ അവിടെ ചാപ്റ്റർ 4 മിസ്സിംഗ് ആണ്. അവിടെ എന്താണ് പറയുന്നത്? ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്. അവിടെ നോക്കി 212 കഴിഞ്ഞിട്ട് പിന്നെ 214 അവിടെ എന്താ മിസ്സിംഗ്? 213 മിസ്സിംഗ്. കണ്ടോ? ഫാക്റ്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? വളരെ സ്മാർട്ടായിട്ട് ഓർത്തു വെച്ചു, കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ അതേപോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അപ്പൊ പിന്നെ നമ്മൾ മറന്നു പോവുകയില്ല. ഓക്കെ, അപ്പൊ ഞാനിത് സിലബസിൽ പറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് ഇങ്ങനെ പാർട്ട് വൈസ് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പ്രൊവിഷൻസും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ തിരിച്ചു വരാം. അപ്പം പാർലമെന്റിന്റെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 79 to 122, ഓർഡിനൻസ് മേക്കിംഗ് 123. ഇനി യൂണിയൻ ജുഡീഷ്യറി, ആ വേർഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചാപ്റ്റർ 4 യൂണിയൻ ജുഡീഷ്യറി. ബേസിക്കലി എന്താണ്? സുപ്രീം കോർട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. സുപ്രീം കോർട്ടിന്റെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 124. ഓർഡിനൻസ് മേക്കിംഗ് പവറിന്റെ ആർട്ടിക്കിൾ കഴിഞ്ഞ തൊട്ടടുത്ത ആർട്ടിക്കിൾ 123 കഴിഞ്ഞ തൊട്ടടുത്ത ആർട്ടിക്കിൾ ആണ് എന്ത്? +1. 124 ആണ് ആര്? സുപ്രീം കോർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തുടങ്ങുന്നത് ആർട്ടിക്കിൾ 124 തുടങ്ങുകയാണ്. എന്നിട്ട് എവിടെയാണ് അവസാനിക്കുന്നത്? 147. അപ്പൊ ഇത്രയും ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചിട്ടാണ്? സുപ്രീം കോർട്ടിന്റെ പവറും ഒക്കെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അത് നമ്മൾ പഠിക്കാം. ഓക്കെ, ഇനി ചാപ്റ്റർ 5 എന്താണ് പറയുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അവിടെ ആർട്ടിക്കിൾ എന്താണ്? ചാപ്റ്റർ 5 ആണ്. 148 മുതൽ 151 വരെ. അപ്പോ CAG നിങ്ങളുടെ സിലബസിലുണ്ട്. നോക്കി, ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺട്രോളർ ഓഡിറ്റർ ജനറൽ നിങ്ങളുടെ സിലബസിലുണ്ട്. സിലബസ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾസ് ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ അകത്ത് ഒരാൾ പതുങ്ങിക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷൻ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് എവിടെയാണ്? റേഞ്ച് എന്താണ്? 52 മുതൽ 78. ഇതിന്റെ അകത്ത് ഒരാളുണ്ട്. ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 76. ആരാണ് അവൻ? അറ്റോർണി ജനറൽ നിങ്ങളുടെ സിലബസിലുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ നിങ്ങളുടെ സിലബസിലുണ്ട്. ഇവിടെ അറ്റോർണി ജനറൽ ആണെങ്കിൽ ഇവിടെ സ്റ്റേറ്റിൽ എന്താണ്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാം. അത് നമുക്ക് കണക്ട് ചെയ്യാം. അതിന്റെ പ്രൊവിഷൻസ് പഠിക്കാം. ഓക്കെ, അപ്പൊ അതൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. അപ്പം പാർട്ട് 5 എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? ദ യൂണിയനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അവിടെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോരുത്തർക്കും. യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ചാപ്റ്റർ 1, പാർലമെന്റിന് ചാപ്റ്റർ 2, അതേപോലെ തന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവറിന് ചാപ്റ്റർ 3, യൂണിയൻ ജുഡീഷ്യറിക്ക് ചാപ്റ്റർ 4, ചാപ്റ്റർ 5 CAGക്ക് ചാപ്റ്റർ. പക്ഷെ അവിടെ ചാപ്റ്റർ എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് എന്താണ്? എങ്ങനെയാണ് ഈ സീക്വൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ സീക്വൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സിലബസിലുണ്ടോ നോക്കിയേ? ഉണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ജുഡീഷ്യറി എന്നാണ് സിലബസിൽ കിടക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ട്രാപ്പാട്ടോ സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അവിടെ 2 പേരുണ്ട്. ഹൈക്കോർട്ടും ഉണ്ട്, സബോർഡിനേറ്റ് കോർട്ടും ഉണ്ട്. അപ്പൊ പഠിക്കണേ, സബോർഡിനേറ്റ് കോർട്ട് നിങ്ങളുടെ സിലബസിലുണ്ട്. സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ആരൊക്കെ വന്നു? ഹൈക്കോർട്ടും വന്നു, സബോർഡിനേറ്റ് കോർട്ടും വന്നു. ചാപ്റ്റർ 5 പാർട്ട് 6ന്റെ ചാപ്റ്റർ 5 ആണെന്ന് ഹൈക്കോർട്ട്, ചാപ്റ്റർ 6 ആണെന്ന് സബോർഡിനേറ്റ് കോർട്ട്. അപ്പൊ പാർട്ട് 6 അപ്പൊ നോക്കിയാൽ 151 നമ്മൾ പാർട്ട് 5 അവസാനിച്ച് നിൽക്കുന്നത്. അവിടെയാണ് CAGന്റെ ആർട്ടിക്കിൾ ആണത്. 148 മുതൽ 151 വരെ. അപ്പോ സ്റ്റേറ്റ് തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും 152. അപ്പൊ അവിടെ നോക്കി കഴിഞ്ഞാല് അപ്പൊ അവിടെ ആർട്ടിക്കിളിന്റെ റേഞ്ച്, സ്റ്റേറ്റിന്റെ ആർട്ടിക്കിളിന്റെ റേഞ്ച് 152 തുടങ്ങി 237 237 അവസാനിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇവിടെ ചാപ്റ്റർ 1 കാണുന്നില്ല, മിസ്സിംഗ് ആണ്. ചാപ്റ്റർ 1 കാണുന്നില്ല. അവിടെ പാർട്ട് 5 ചാപ്റ്റർ 1 തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇവിടെ ചാപ്റ്റർ 2 ആണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ ഇവിടെ ഒരു ആർട്ടിക്കിൾ മിസ്സിംഗ് ഉണ്ട്. 152 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ മിസ്സിംഗ് ഉണ്ട്. ഇവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 153. അപ്പൊ ഈ 152 എന്താ ചെയ്യണമെന്ന് വെച്ചാൽ
ഈ ഈ പാർട്ട് 6ന്റെ പല സ്ഥലങ്ങളിലും സ്റ്റേറ്റ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോഴും അവിടെയും സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അവിടെ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ അവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ അല്ലെ. ഇവിടെ 152 പറയുന്നത് ഈ പാർട്ടിൽ പറയുന്ന സ്റ്റേറ്റ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് എന്ത് 152. അപ്പൊ അവിടെ പണ്ടൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, അവിടെ ആ 152 കിടന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു എന്താണ് ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ ജമ്മു ആൻഡ് കാശ്മീരിനെ എക്സ്ക്ലൂഡ് ചെയ്തെന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 2019 ആ ജമ്മു ആൻഡ് കാശ്മീരിൽ മാറ്റം വന്നതോടുകൂടി അതെല്ലാം എടുത്തു മാറ്റി. അപ്പൊ അന്ന് അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി എന്താണ് 152. അങ്ങനെ ഒന്നും ചോദിക്കില്ല. ഞാൻ ഇവിടെ ഒരു നിങ്ങൾ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, എന്താണ് 152 നിങ്ങൾ ചോദിക്കില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 2 ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്റ്റാർട്ട് ചെയ്ത് എവിടെന്നാ തുടങ്ങുന്നത് 153 തുടങ്ങി 167 അവസാനിക്കുന്നു. എന്തായിട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ അവിടെ ഗവർണർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അവിടെ അതിനെക്കുറിച്ചൊക്കെ അത് ഡീൽ ചെയ്തോളും. ചാപ്റ്റർ 3 എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് അവിടെ ഡീൽ ചെയ്തോളും. ഇനി ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാ പറഞ്ഞത്. അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ചില സ്റ്റേറ്റ്സിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെന്ന്, ചില സ്റ്റേറ്റ്സിന് എന്തുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഒക്കെ ഉണ്ട്. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി. പക്ഷെ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാനക്കൊക്കെ അപ്പുറം 2 ഹൗസ് ഉണ്ട് ലെജിസ്ലേറ്റീവ്. അപ്പൊ അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലും പഠിക്കണം, കാരണം സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്, റേഞ്ചിലാണ് വരുന്നത്, ഈ റേഞ്ചിലാണ് വരുന്നത് 168 മുതൽ 212 വരെ. അപ്പൊ 213 നിങ്ങൾക്ക് അറിയാം ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്, അതാണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 5 ആണ് ഹൈക്കോർട്ട് തുടങ്ങുന്നത് 214 തുടങ്ങി 232 അവസാനിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഹൈക്കോർട്ടിനെയും സുപ്രീം കോർട്ടിനെയും നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് തുടങ്ങുന്നത് 124 ഹൈക്കോർട്ട് തുടങ്ങുന്നത് എന്താണ് 214 എന്ന് വെച്ചാൽ 2ഉം 1ഉം സ്വാപ്പ് ചെയ്താൽ മതി, 2നെ 1നെ അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. 2 ഇപ്പുറത്തേക്ക് 1 വന്നില്ല. അപ്പൊ ഹൈക്കോർട്ട് സ്റ്റാർട്ടിംഗ് ആയി, നേരത്തെ ഓർഡിനൻസ് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പൊ 214 തുടങ്ങി 232 അവസാനിക്കുന്നു. പിന്നെ സബോർഡിനേറ്റ് കോർട്ടാണ് ചാപ്റ്റർ 6, അത് 233 തുടങ്ങി 237 അവസാനിക്കുന്നു. അപ്പൊ ഇത് കാണാപ്പാഠം പഠിക്കാണ്ട് ഇതാണ് ഓർഡർ. നിങ്ങൾക്ക് ഓർഡർ ഓർത്തൊക്കെ സുഖമല്ല, ആദ്യം എക്സിക്യൂട്ടീവ്, പിന്നെ ലെജിസ്ലേച്ചർ, പിന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവർ, പിന്നെ കോർട്ട്. അപ്പൊ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ 2 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്, ഹൈക്കോർട്ടായിട്ടും സബോർഡിനേറ്റ് കോർട്ടായിട്ടും. മറ്റേ അവിടെയാണെങ്കിൽ എന്താണ് യൂണിയൻ ജുഡീഷ്യറി എന്നേ പറയുന്നുള്ളൂ, അത് സുപ്രീം കോർട്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ CAG പോലത്തെ ഒരു സ്ഥാപനം ആർക്കില്ല, സ്റ്റേറ്റിനില്ല. അപ്പൊ CAG എന്ന് പറഞ്ഞാൽ സെൻട്രലിന് മാത്രമല്ല ഒരു ഓഡിറ്റർ അല്ല, കൺട്രോളർ ഓഡിറ്റർ അല്ല, മൊത്തം ഇന്ത്യൻ യൂണിയന്റെ, അതായത് സെൻട്രലിനും സ്റ്റേറ്റ്സിന്റെ എല്ലാം ഓഡിറ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, CAGക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ CAG ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. CAGയെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കാൻ വേണം, നല്ല ക്ലാരിറ്റി ഉണ്ടാകാൻ വേണം, നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിക്കണമെന്നുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി, നമുക്ക് പഠിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിലബസ് പറയുന്നത് എന്താണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് സിലബസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അപ്പൊ വേറൊന്നും പറയുന്നില്ല സിലബസിൽ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതെന്ത് വന്നു, പഞ്ചായത്ത് വന്നു, മുനിസിപ്പാലിറ്റി വന്നു. ഇത് രണ്ടും ഒറിജിനലി ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഒറിജിനലി ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പോ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. 73rd പഞ്ചായത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുത്തപ്പോ 74th ആർക്ക് കൊടുത്തു, മുനിസിപ്പാലിറ്റിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുത്തു. ഓക്കെ, ഞാനൊരു പേര് നിങ്ങൾ ഓർത്തു വെച്ചോ, ഗാഡ്ഗിൽ കമ്മിറ്റി 1988 ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡേഷനിലാണ് ഈ നമ്മൾ കുറെ ഇമ്പോർട്ടന്റ് കമ്മിറ്റീസ് പഠിക്കാനുണ്ട്. അശോക് മേത്ത കമ്മിറ്റി, അങ്ങനെ കുറെ കമ്മിറ്റീസ് ഉണ്ട് പഞ്ചായത്തായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അത് നമുക്കത് ക്രോണോളജിക്കൽ, കാരണം അതെല്ലാം PSCന്റെ ഫേവറേറ്റ് ഏരിയ ആണ്. 2 ചോദ്യം ഈ പഞ്ചായത്ത് രാജ് ഈ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞു എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ്, സെയിം സിലബസ് ആണ് കമ്പനി ബോർഡിന്റെ, അതുകൊണ്ട് നിങ്ങൾ ആ ടെസ്റ്റ് എല്ലാവരും എഴുതണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 31 ഡിസംബറിൽ 2025 നടന്ന
DSPന്റെ എക്സാം ആണ്. അത് എല്ലാവർക്കും എഴുതാൻ പറ്റില്ലായിരുന്നു. അതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഷെഡ്യൂൾ കാസ്റ്റ് കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ SIന്റെ സിലബസ് ആണ്. അത്യാവശ്യം അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാക്ട്ലി ഡിഗ്രി ലെവലുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണണം. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? അപ്പൊ 5 മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്? ഇപ്പോ SIന്റെ എന്ന് പറയുമ്പോൾ 7 മാർക്സ് ആണ് അവര് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. പക്ഷെ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്? ഓക്കെ, അതിന്റെ ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഇപ്പോഴത്തെ ലെവൽ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ നാളത്തെ ടെസ്റ്റ് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ടെസ്റ്റ് അപ്പൊ DSPന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാനല്ല ഞാൻ പറഞ്ഞത്. 003 2026 ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാനാണ് പറഞ്ഞത്. ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ. അതിനാണ് കമ്പനി. അത് നിങ്ങൾ എഴുതണോട്ടോ, മറക്കരുത്. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട് ഒന്നുകൂടി പറയാണ്. ഓക്കെ അപ്പൊ അത് എന്താണ്? അപ്പൊ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് കേരള ഗവർണൻസ് വരുമ്പോൾ എന്താണ്? കേരളത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കേരള പഞ്ചായത്തും കേരള മുനിസിപ്പാലിറ്റി. അപ്പൊ കേരള ഗവർണൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. അപ്പൊ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല നന്നായിട്ട് പഠിക്കേണ്ടത്. എന്താണ്? കേരള ഗവർണൻസിന്റെ കൂടി പരിഗണിച്ചിട്ട് വേണം എന്താണ് ഈ ഏരിയ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കേരള ഗവർണൻസിൽ കേരള സ്പെസിഫിക് ആയിട്ടുള്ള കേരള പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കേരള പഞ്ചായത്ത് ആക്ട് നമുക്ക് അവിടെ പഠിക്കാം. കേരള മുനിസിപ്പാലിറ്റി ആക്ട്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതിന്റെ മേജർ പ്രൊവിഷൻസും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് 9 സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ 243 തുടങ്ങി 43A 43B എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. 43O ഒന്ന് ഓർത്തു വെച്ചോ. പഞ്ചായത്തിന്റെ ആർട്ടിക്കിൾ അവസാനിക്കുന്നത് ഓലാണ്. 243 ഓലാണ്. ഇത് ഞാൻ പഞ്ചായത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ആർട്ടിക്കിൾസ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഓർത്തു വെക്കേണ്ടത്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ഓർത്തു വെക്കേണ്ടതെന്നൊക്കെ അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ റേഞ്ച് അറിഞ്ഞിരിക്കുക. 243 തുടങ്ങി 243 ഓല അവസാനിക്കുന്നു. ABCDEFG ആ ക്യാപിറ്റൽ ലെറ്റർ, ആ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിനാണ് പോയിക്കുന്നത്. അപ്പൊ O കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത ലെറ്റർ? P ആണ്. അപ്പൊ 243 Pയിലാണ് ആര് തുടങ്ങുന്നത്? മുനിസിപ്പാലിറ്റിയുടെ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. എവിടെയാണ് അവസാനിക്കുന്നത്? അപ്പൊ Z കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? 243 Z എത്തി. 243 Z കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത Z കഴിഞ്ഞ വേറെ ലെറ്റേഴ്സ് ഇല്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ZA, ZB, ZC, ZD, ZEFG, ZG എത്തിയപ്പോഴത്തേക്കും എന്ത് തീർന്നു? ആര് തീർന്നു? മുനിസിപ്പാലിറ്റി തീർന്നു. ഇനി വേറൊരു കാര്യമുണ്ട്. നമുക്കറിയാം 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ത് ചെയ്തു? പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു. ഏതാണ് ആ പാർട്ട്? ഞാൻ ഇവിടെ സിലബസിൽ ഡയറക്റ്റ് പറയാത്ത ഇവിടെ, പക്ഷെ നമുക്ക് 97th സിലബസ് നോക്കിയേ. നിങ്ങളുടെ സിലബസിൽ ഇവിടെ 105, 106 ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ SIന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ SIന്റെ BNS ഒക്കെ വന്നപ്പോ IPC മാറ്റി BNS ആയപ്പോ SIക്ക് പുതിയ സിലബസ് PSC ഇറക്കി. അവിടെ എന്ത് ചെയ്തു? 105, 106 ഉണ്ട്. അപ്പോ ഇത് പഴയ മീൻസ് ഇത് മുമ്പ് ഇറങ്ങിയ സിലബസ് ആയതുകൊണ്ടാണ് അവിടെ 105, 100. അപ്പൊ നമുക്ക് 105, 106 നിങ്ങൾക്ക് പഠിക്കണം, സിലബസ് ഉണ്ടെന്ന് തന്നെ കരുതിക്കോളൂ കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം ഇതിൽ സെയിം ആണ്. അപ്പൊ 42, 44. അപ്പൊ 97th നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ്. അപ്പൊ അത് എന്താണ് 97th കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് 9B ആഡ് ചെയ്തു. എന്താണ് അവിടെ ചെയ്തത്? കോപ്പറേറ്റീവ്സ് എന്ന ആർട്ടിക്കിൾ പ്രൊവിഷൻ ആഡ് ചെയ്തു. അപ്പൊ കോപ്പറേറ്റീവ്സ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഏത് ആർട്ടിക്കിൾ ആയിരിക്കും തുടങ്ങുക? 243 G കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാ? ZH തുടങ്ങുന്നു. GHIJ. അപ്പൊ Z അങ്ങനെ പോയി 243 ZT അവസാനിക്കുന്നു. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ജസ്റ്റ് അപ്പൊ ഇങ്ങനെ ഈ ഒരു ക്രോണോളജിയിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി പിന്നെ നിങ്ങളുടെ സിലബസ് പറയുന്നത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അതെടുത്ത് സിലബസിൽ പറയുന്നുണ്ട്. 42, 44. അപ്പൊ ഇത് കണക്ട് ചെയ്ത് വേണം. 42, 44 ഒരുമിച്ചാണ് പഠിക്കേണ്ടത്. കാരണം 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി കാലഘട്ടത്തിൽ നാഷണൽ എമർജൻസി നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കുറെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് തിരിച്ച് എമർജൻസി കഴിഞ്ഞ് ഇലക്ഷൻ നടന്ന് ജനതാ പാർട്ടി മൊറാർജി ദേശായി നയിക്കുന്ന ജനതാ പാർട്ടി വന്നപ്പോൾ അവരെന്ത് ചെയ്തു?
അത് ആ സാധനങ്ങളൊക്കെ തിരിച്ച് കുറെ മാറ്റങ്ങൾ തിരിച്ച് മാറ്റി. അപ്പൊ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്, 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആ മാറ്റങ്ങൾ അതിനെങ്ങനെയാണ് പ്രതികരിച്ചത്. അപ്പൊ 42 44 ശേഷം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അവസ്ഥ, അതാണ് ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അത് നമ്മൾ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. 42 44 കണക്ട് ചെയ്ത് പഠിക്കണം, 73 74 കണക്ട് ചെയ്ത് പഠിക്കണം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കണക്ട് ചെയ്ത് പഠിക്കണം, 52 91 കണക്ട് ചെയ്ത് പഠിക്കണം. 52 91 എന്താണ്, രണ്ടും എന്താണ്, ആന്റി ഡിഫെക്ഷൻ ലോ ആയിട്ട് ബന്ധപ്പെട്ടാണ്, 10th ഷെഡ്യൂൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യമായിട്ട് ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരുന്നത് 1985 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ രാജീവ് ഗാന്ധിയാണ്. പിന്നീട് 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് അതിനെ അമെന്റ് ചെയ്തു, കുറച്ചും കൂടി ഇതാക്കി. അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യണം. 86ാമത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. 97th നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കോപ്പറേറ്റീവ്സ് ആണ്. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് വുമൻ റിസർവേഷൻ, ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം, ഇതൊക്കെ പഠിക്കണമെന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് മാത്രമല്ല, അല്ലാണ്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റെസ്പെക്ട് ചാപ്റ്ററിൽ എത്തുമ്പോൾ. അതിലൊന്നാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത 7th അമെന്റ്മെന്റ് ആക്ട്. ഇനി ലാൻഡ് റിഫോംസ് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലാൻഡ് റിഫോംസ് നിങ്ങളുടെ കേരള ഗവർണൻസിലുണ്ട്, അത് പഠിക്കുമ്പോൾ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് 9th ഷെഡ്യൂൾ ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അപ്പൊ എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് സാധനങ്ങൾ കിടക്കുകയാണ്, അത് കണക്ട് ചെയ്ത് വേണം നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ സിലബസിൽ പറയുന്നത്, അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു CAG നമ്മൾ അത് കവർ ചെയ്തു. CAG കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് CAG പഠിക്കണമെന്ന് പറയുന്നുണ്ട്, അറ്റോർണി ജനറൽ പഠിക്കണമെന്ന് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ ഇവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്, അവർക്കൊക്കെ റെസ്പെക്റ്റീവ് ആർട്ടിക്കിൾസ് ഉണ്ട്, അവർക്ക് അവരുടെ ഫംഗ്ഷൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് കേരള PSC പോലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ഇത് അങ്ങനെയാണ് സിലബസിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചു പോവാം. GST കൗൺസിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞിട്ട് 3 ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൽ പഠിച്ചതാണ്. പക്ഷെ അതും നമുക്ക് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. കുറെ ഫാക്ട് ഉണ്ട്, അപ്പൊ അത് എങ്ങനെ ഓർത്ത് വെക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്തതാണ് എന്ത്, സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്. സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഇത് സിവിക്സിൽ ഉണ്ടായ ടോപ്പിക്കാണ്, നിങ്ങൾ മര്യാദക്ക് പഠിച്ചിട്ടില്ല, എനിക്കറിയാം. ഓക്കെ, അപ്പൊ അതിൽ സർവീസ് അണ്ടർ ദി യൂണിയനിൽ 2 ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം. ചാപ്റ്റർ 1 ആണ് സർവീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നെങ്കിൽ ചാപ്റ്റർ 2 ഡീൽ ചെയ്യുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് ഇവിടെയാണ് വരുന്നത്. അതിന്റെ അപ്പൊ പാർട്ട് 14 ഓർത്ത് വെച്ചോ. പാർട്ട് 14 എന്ന് പറയുന്നത്, പാർട്ട് 1-4 എന്ന് പറയുന്നത് 14 നിങ്ങൾ ആരും മറക്കാത്തൊരു ഡേറ്റ് അല്ലേ, വാലന്റൈൻസ് ഡേ അല്ലേ 14 February 14th അല്ലേ. അപ്പൊ ഇനി 14 മറക്കോ? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്, സർവീസസ് ആണ്. ഗവൺമെന്റ് സർവീസിൽ കയറണം എന്നാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളത്. അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഓർത്തിരിക്കുന്ന ദിവസം ഏതാണ്, February 14th ആണ്. അപ്പൊ ഇഷ്ടമുള്ള സർവീസും ഇഷ്ടമുള്ള ആളും 14 ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പൊ പാർട്ട് 14 എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള നിങ്ങളുടെ സർവീസസും സർവീസ് കമ്മീഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന പാർട്ടാണെന്ത്, പാർട്ട് 14. അതിന്റെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് 308 തുടങ്ങി 323 അവസാനിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു 42ാമത്തെ ട്രിബ്യൂണൽസ് നിങ്ങളുടെ സിലബസിലുണ്ട്. ട്രിബ്യൂണൽസ് ഇപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് അത് കൊണ്ടുവന്നത് പാർട്ട് 14A ആണ്. അത് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു 42 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2 പാർട്ടാണ് കൊണ്ടുവന്നത്. എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ പാർട്ടും 4A പ്ലസ് 10 14A ട്രിബ്യൂണൽസ്. അപ്പൊ ട്രിബ്യൂണൽസിന് ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയേ, 323 അവിടെ തീരുന്നു, പാർട്ട് 14 തീരുന്നു, 4A തുടങ്ങുന്നത്. നെക്സ്റ്റ് 323A 323B. അപ്പൊ ഈ ട്രിബ്യൂണൽസ്, അപ്പൊ 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ്. അത് കേരള ഗവർണൻസിൽ പഠിക്കാനുണ്ട്. പിന്നെ മറ്റ് 323 പറയുമ്പോൾ അതർ ട്രിബ്യൂണൽസ് ആണ്. ഓക്കെ, അപ്പൊ ട്രിബ്യൂണൽസ് അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞിട്ട് കേരള ഗവർണൻസിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രിബ്യൂണൽസ് എന്നൊക്കെ പറയുന്നത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പൊ ഇത് കേരള ഗവർണൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇമ്പോർട്ടന്റ് ആക്ട്സിലോട്ട് വരുമ്പോൾ അവിടെ സർവീസസിനെ കുറിച്ചിട്ടും അവരെ കറപ്ഷനെ കുറിച്ചിട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഈ പ്രാവശ്യം വരാൻ പോകുന്ന ഒരു കറണ്ട് അഫെയർ പറഞ്ഞുതരാം. സിവിൽ സർവീസസ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട്
ഓക്കെ. അപ്പൊ സിവിൽ സർവീസ് ബോർഡ് എന്ന് പറഞ്ഞ സെന്ററിനും ഉണ്ട് ആ ഒരു സിവിൽ സർവീസ് ബോർഡ്, സ്റ്റേറ്റിനും ഉണ്ട്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരു കോൺട്രവേഴ്സി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ 2 IAS ഓഫീസറിനെ ഗവൺമെന്റ് തിരിച്ചെടുത്തു. അപ്പൊ ആ തീരുമാനം ഗവൺമെന്റിന് എടുക്കുന്നതിന് മുമ്പ് സിവിൽ സർവീസ് സ്റ്റേറ്റിന്റെ, കേരള സ്റ്റേറ്റിന്റെ ഇങ്ങനെ സിവിൽ സർവീസ് ബോർഡ്, ഉന്നത IAS ഉദ്യോഗസ്ഥരുള്ള ചീഫ് സെക്രട്ടറി ചെയർമാൻ ആയിട്ടുള്ള ആ ഒരു ബോർഡാണത്. ഓക്കെ. അപ്പൊ അത് എന്താണ്, അപ്പൊ അതിനെ കുറിച്ചിട്ട് അപ്പൊ നമുക്ക് സിവിൽ സർവീസ് നമ്മുടെ സിലബസിലുണ്ട്. പിന്നെ കേരള ഗവർണൻസിൽ പോകുമ്പോൾ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ചിട്ട് സിലബസ് നമ്മുടെ കേരള ഗവർണൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. പിന്നെ അവരൊക്കെ കൂടാണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആക്ട്സിൽ ഇവരുടെ കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലോക്പാൽ, ലോകായുക്തൊക്കെ അവിടെയും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് കാര്യങ്ങൾ, കറപ്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇനി നിങ്ങളുടെ സിലബസിൽ പറയുന്ന 3 ഇമ്പോർട്ടന്റ് കമ്മീഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവർണൻസിൽ വേരിയസ് കമ്മീഷൻസ് പറയുന്നുണ്ട്. കേരള ഗവർണൻസിലെ വേരിയസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആ കമ്മീഷനാണ്. ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ, ഷെഡ്യൂൾ ട്രൈബ് കമ്മീഷൻ, ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, വുമൻസ് കമ്മീഷൻ ഒക്കെ അവിടെ വരും. എല്ലാ കമ്മീഷനും അവിടെ പെടും. ഈവൻ UPSC ഫിനാൻസ് കമ്മീഷനൊക്കെ കമ്മീഷനിൽ അത് പെടും. ഓക്കെ. അപ്പൊ അതെല്ലാം കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ കമ്മീഷൻ ഉണ്ടോ അതായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അവിടെ സിലബസ് നോക്കുക. ഓക്കെ. കേരള ഗവർണൻസിൽ സിലബസ് എടുക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിനെ കണക്ട് ചെയ്ത് തരാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. കേരള ഗവർണൻസിൽ നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, നല്ല സ്ട്രോങ് ആയിരിക്കണം. വെറുതെ ഞാൻ പ്രിലിംസിന് പഠിച്ചതാണ് എന്നുള്ള അഹങ്കാരത്തിൽ ഇരുന്ന അത് അതിനുള്ള തീരുമാനം നിങ്ങൾക്ക് പരീക്ഷയിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെയും നമുക്കൊരു രസമുണ്ട്. ആർട്ടിക്കിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ കാസ്റ്റിന്റെ ആർട്ടിക്കിൾ 338 ആണെങ്കിൽ പിന്നീട് A ചേർത്താൽ ഷെഡ്യൂൾ ട്രൈബ്സിന്റെ കമ്മീഷന്റെ ആർട്ടിക്കിളായി, B ചേർത്താൽ OBCന്റെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസസിന്റെ കമ്മീഷനായി. അപ്പൊ ഇതിനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടിയത് റീസെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൂടെയാണ്. അതൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ കണക്ട് ചെയ്യാം. ഇത് 3 സിലബസിലുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 338 ഓർത്ത് വെച്ചോ. Aയും Bയും ആദ്യം ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ, പിന്നെ ഷെഡ്യൂൾ ട്രൈബ് കമ്മീഷൻ, പിന്നെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ഓക്കെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി ഈ ഒരു സാധനം നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു ഒരുത്തരം അവിടെ കിടക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ പ്രിലിം സിലബസിൽ ഇല്ല കാര്യമായിട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, സിലബസിൽ എന്താ പറയുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്, റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്, ലാംഗ്വേജ് ഓഫ് ദി സുപ്രീം കോർട്ട് എന്ന് പറയുന്നുണ്ട്, ഹൈക്കോർട്ട്, അതേപോലെ സ്പെഷ്യൽ ഡയറക്ടർസ് റിലേറ്റീവ് ടു ലാംഗ്വേജ് എന്ന സിലബസ്. ഇതാണ് സിലബസ്. ഇതെല്ലാം പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടുണ്ട്, പാർട്ട് 17 ആർട്ടിക്കിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് നന്നായിട്ട് പഠിക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് തെറ്റിപ്പോവുകയും ചെയ്യുന്നത് എളുപ്പമാണ്. നിങ്ങൾ പേടിക്കേണ്ട, പഠിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഡിഫിക്കൽട്ട് അല്ല, സിമ്പിൾ ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ വന്നാൽ രക്ഷപ്പെട്ടു. ഓക്കെ. അപ്പോ ആ പാർട്ട് 17D അപ്പൊ പാർട്ട് 17 പല ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ 1 പറയുന്നത് ലാംഗ്വേജസ് ഓഫ് ദി യൂണിയൻ എന്നാണ് പറയുന്നത്. ചാപ്റ്റർ 1 പറയുന്നത്. ചാപ്റ്റർ 2 പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് ആണ്. ചാപ്റ്റർ 3 പറയുന്നത് ലാംഗ്വേജ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ആണ്. ചാപ്റ്റർ 4 പറയുന്നത് സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജസ് ആണ്. അപ്പൊ ഈ ആർട്ടിക്കിൾസ് എല്ലാം, ഈ ലാംഗ്വേജിന് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം കിടക്കുന്നത് എവിടെയാണ്? 343 തുടങ്ങി 351 അവസാനിക്കുന്നത് ആ റേഞ്ചിലാണ് കിടക്കുന്നത്. പാർട്ട് 17 ആ സ്ഥലത്താണ് ഇതെല്ലാം കിടക്കുന്നത്. നമുക്കത് ഒറ്റ ക്ലാസ് കൊണ്ട് ഇതെല്ലാം പഠിക്കാം. ഒരു സെഷൻ കൊണ്ട് നമുക്ക് മൊത്തം പഠിക്കാം. എളുപ്പമാണ്. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പവും. നിങ്ങൾ അത് ഓർത്തിട്ട് പേടിക്കണ്ട. ഓക്കെ. അപ്പോ ഇതാണ് പേടിക്കണ്ട ഒന്ന്. സുബിക്ക് അത് ഞാൻ പറഞ്ഞു, ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്കത് പഠിക്കാം. അത് ഞാൻ പെട്ടെന്ന് എടുത്തുതരാം. ആദ്യമേ തന്നെ ഈ ക്ലാസ് എടുത്തു തരാം. ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഇത് സിലബസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾ പഠിക്കാത്ത ഏരിയാസ് ഞാൻ ആദ്യം കവർ ചെയ്ത് തരാം. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ ഇതിന്റെ ക്ലാസ് ഈ പാർട്ട് 17 നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ. അപ്പൊ അത് പേടിക്കണ്ട. ഇതാണ് നിങ്ങളുടെ സിലബസ്. എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ സിലബസിനെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഞാനാ പറയുന്നത്. ഓക്കെ. നിങ്ങൾ നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ അതിലെ PYQs ഒക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ 5 ചോദ്യം ചോദിച്ചാൽ 5-ന് 5 അടിക്കാം. ഓക്കെ. നിങ്ങൾ കുരുത്തക്കേടൊന്നും കാണിക്കാണ്ടിരുന്നാൽ മതി. അഹങ്കാരം, കുരുത്തക്കേട് വെച്ചാൽ ഭയങ്കര പഠിച്ചു കഴിയുമ്പോഴേ ചില കുട്ടികൾക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആവും. പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയറും വരും. ഒരു മാർക്ക് കറണ്ട് അഫെയർ ആയിട്ടും വരും. ഓക്കെ. അപ്പൊ ഇത് കേരള ഗവർണൻസിന് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമുക്ക് അത് കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം.
നമ്മുടെ 70 ഗോളിലോട്ട് എത്തിക്കാൻ ഒരു പ്രധാന റോള് വഹിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഈ പറഞ്ഞ സിലബസ് നമ്മൾ മൊത്തം പഠിക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ക്ലാസ് മാത്രം കേട്ടാൽ മതി, അപ്പൊ തന്നെ പഠിച്ചോളൂ. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 2021 മുതൽ 26 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലാസ്സിന്റെ ഇടയിൽ കൊണ്ടുവരും. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ മെയിൻസ് എക്കണോമിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടതല്ലേ, അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പൊളിറ്റിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ ചെയ്യും. പിന്നെ കറണ്ട് അഫെയർ അതാത് ടോപ്പിക് എടുക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എക്സ്ട്രാ എഫേർട്ട് ഇടണ്ട. ഓക്കെ, എന്താണ് ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ഉണ്ടെങ്കിൽ അതും കൂടി ഡിസ്കസ് ചെയ്ത് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയലും കൂടി അങ്ങോട്ട് പഠിച്ചങ്ങനെ പോയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി നിങ്ങളുടെ വെസ്റ്റ് ഒന്നൊക്കെ ഈ റീസെന്റ് ആയിട്ടുള്ള നടന്ന ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് 2 കാര്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ, നിങ്ങൾ നാളെ ഈ പരീക്ഷ എല്ലാവരും എഴുതണം. ഇപ്പൊ പൊളിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഈ 7 ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ബാക്കി 90 എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് എഴുതണം. ഓക്കെ, അത് നിർബന്ധമാണ്. എന്നിട്ട് അതിന്റെ മാർക്ക് നിങ്ങളുടെ ഡിഗ്രി മെയിൻസിന്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട മെന്ററിന് അയച്ചു കൊടുക്കണം. കാരണം പുള്ളി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണേ. നിങ്ങൾ ആ ഒരു സിൻസിയറിറ്റി നിങ്ങൾ തിരിച്ച് ഞാൻ കാണുന്നുണ്ട്. അത് ഇപ്പം ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട്. അപ്പൊ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യും. കാരണം അവർ മീൻസ് ഈ വർഷം നല്ലൊരു എഫേർട്ടാണ് ഡിഗ്രി മെയിൻസിന്, പ്രത്യേകിച്ച് എല്ലാ ബാച്ചിനോട്, പക്ഷെ പ്രത്യേകിച്ച് ഡിഗ്രി മെയിൻസിന് അവരെടുക്കുന്നത്. അത് ഒരു ലക്ഷ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 10ൽ ഇത്ര റാങ്ക് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിന്. അത് നിങ്ങൾ തന്നെ എന്ത് വേണം, ഇത് ചെയ്യണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങളത് മിസ് ചെയ്ത് പോകരുത്. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോക്കി, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ നടന്നത് 17th ജനുവരിയിൽ നടന്ന 2026 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി ബോർഡിന്റെ സെയിം സിലബസ് ആണ്. എക്സാമിന് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഡിപ്പാർട്ട്മെന്റൽ എക്സാം ആണെന്ന് തോന്നുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറെ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തല്ലേ, കണ്ടോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇസ് കോൾഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? ഈ ചോദ്യം ഉണ്ടല്ലോ, PSC ഒരു 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സോർട്ട് ചെയ്തു. ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്ത് ഞാനത് ഇതിന്റെ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും 10th ലെവലും 12th ലെവലും ഡിഗ്രി ലെവലും ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ PYQ കണ്ടാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പൊ 42 ആണ്. ഇവിടെ ചോയ്സ് ഒന്ന് നിങ്ങൾ നോക്കിയേ, ചോയ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ ചോയ്സിന്റെ പ്രത്യേകത? ഇതെല്ലാം സിലബസിലുള്ള ചോയ്സ് അല്ലേ? സിലബസിലുള്ള ചോയ്സ് നോക്കൂ. 44 സിലബസിലില്ലേ? 86 സിലബസിലില്ലേ? 73 സിലബസിലില്ലേ? കണ്ടോ? അത് ചോയ്സ് വരെ ഇട്ടപ്പോ നമ്മൾ സിലബസിൽ പറഞ്ഞ ആ അമെന്റ്മെന്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി അപ്പൊ ഇത് സിമ്പിൾ. അതേ വരുന്നു കിടക്കുന്നത്. ഇത് നിങ്ങൾ ആൻസർ ചെയ്യും. നിങ്ങൾ എന്തായാലും ഇപ്പൊ എല്ലാവരും പ്രിലിംസ് ഒക്കെ പഠിച്ച് വളരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ അടിപൊളിയാക്കിയവരല്ലേ? 20, 21, 22 ഒക്കെ ആൻസർ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ 20ന്റെ ആൻസർ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. 20 A ആണോ B ആണോ, 21 A ആണോ B ആണോ, 22 A ആണോ B ആണോ? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കിയേ. ആൽബർട്ട് ആണ് കേട്ടോ കറക്റ്റ്. B ആണ് ആൻസർ. 20th നമ്പർ പറയണേ. 20ന്റെ ആൻസർ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഓക്കെ, റിസൈഡ് ആൻഡ് സെറ്റിൽ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. B ആണ് ആൻസർ, D അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം എന്തുകൊണ്ട് അത് തെറ്റി. അപ്പൊ ഇതൊരു ഫാക്റ്റ് ആണെങ്കിൽ പക്ഷെ നമുക്കൊരു പഠിക്കേണ്ട രീതിയുണ്ട്. നമ്മുടെ ഡെമോക്രാറ്റിക് ഫ്രീഡംസ് ആർട്ടിക്കിൾ 19 പറയുന്ന ഡെമോക്രാറ്റിക് ഫ്രീഡം പഠിക്കുമ്പോൾ അപ്പൊ ഇതൊരു ഇതായിട്ട് കരുതിയാൽ മതി. 21 ഗീതു റെസിഡറി പവർ എന്താണെന്ന് ഗീതു തെറ്റാണ്. റെസിഡറി പവർ ഒരു ഇമ്പോർട്ടന്റ് യൂണിയൻ ഗവൺമെന്റ് ആണ് കേട്ടോ. അത് നമുക്ക് പഠിക്കാം, പേടിക്കണ്ട കേട്ടോ. അത് നിരാശപ്പെടണ്ട. ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യണ്ട. നിങ്ങൾ അതൊക്കെ നമുക്ക് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ റെസിഡറി എന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഇല്ലാത്ത
ഐറ്റംസ് എന്താണ്, അങ്ങനെ വന്നാൽ അത് ആർക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ അത് കിട്ടുന്നത് യൂണിയൻ ഗവൺമെന്റിനാണ്. നമുക്ക് നമ്മുടെ സിലബസിലുള്ളതാണ്, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇത് PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. PSC ചോദിച്ചിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ പേടിക്കണ്ട, നിങ്ങൾ തെറ്റിയവരൊന്നും പേടിക്കണ്ട. ഞാൻ നിങ്ങളെ അതായത് ഈ നിങ്ങൾക്ക് പൊളിറ്റി അറിയാം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം എന്നിങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പക്ഷെ അറിഞ്ഞാൽ പോരാ, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ നിങ്ങൾ പാർഷ്യൽ നോളജ് ഉണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്ന് എന്ത് ചെയ്യണം, ഈ പ്രാവശ്യം മെയിൻസിന് നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, ഏതാണ് 22ാമത്തത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്ത ഏത് ആക്ടാണ്? ഈ ആക്ട് 4 നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ആക്ട് 4 നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് പോലെ ഞാൻ തരാണ്. എന്താണ് ഈ 4 ആക്ടും നിങ്ങൾ പഠിച്ചു വെക്കണേ. ഈ 4 ആക്ട് നിങ്ങൾ പഠിച്ചു വെക്കണേ. നമുക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ ഈ 4 ആക്ട് ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ, ഇത് മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇത് 4 ആക്ടും പഠിക്കണേ. കാരണം ഒരുപാട് ഈ ഏരിയയിൽ നിന്ന് ഹിസ്റ്ററിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ഏതാണ് എന്റെ ആൻസർ? യെസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. കണ്ടില്ലേ, അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ കമ്മിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് 4-5 ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസേ ഉള്ളൂ പഞ്ചായത്തും ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അത് കമ്മിറ്റി നമ്മൾ ക്രോണോളജിക്കലി ആ കമ്മിറ്റി പഠിച്ച് ക്രോണോളജിക്കലി അതിന്റെ റെക്കമെൻഡേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമാവും. ഇതിപ്പോ പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ്, പഠിക്കാത്തവർക്ക് അത് ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇത് ഈ അശോക് മേത്ത ഈ ആളൊന്ന് ഓർത്തു വെച്ചോ. ഈ അശോക് മേത്തയെ അശോക് മേത്ത കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്തത് മൊറാർജി ദേശായി ഗവൺമെന്റ് ആണ്. എമർജൻസി കഴിഞ്ഞിട്ട് മൊറാർജി 77 എന്നുള്ള ഇയർ എമർജൻസി കഴിഞ്ഞിട്ട് ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായി ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്താണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആ മൊറാർജി ദേശായി ഗവൺമെന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ചെയ്തതിനെല്ലാം ഓപ്പോസിറ്റ് ആക്കണം എന്നുള്ള ഒരു പോളിസിയാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ അവിടെ പുള്ളിയാണ് ആദ്യമായിട്ട് പഞ്ചായത്തിന് 3 ടയർ സിസ്റ്റം വേണ്ട, 2 ടയർ സിസ്റ്റം മതി എന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ ഒരു ഇതാണ്. അപ്പൊ ഇത് അങ്ങനെ ഈ 2 ടയർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ഇപ്പൊ 3 ടയറാണ് പഞ്ചായത്തിലുള്ളത് അല്ലെ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 3 ടയറാണ് നമുക്കുള്ളത് ഇപ്പൊ ഉള്ളത്. അപ്പൊ അത് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഗാഡ്ഗിൽ കമ്മിറ്റി 88 കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു, അതിന് മുമ്പത്തുള്ള കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, പിന്നെ ന്യായ പഞ്ചായത്ത് ലോക്കൽ ജസ്റ്റിസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അത് തന്നെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും കറക്റ്റ് ആണ്. ഒഫീഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് വേണമെന്ന് പറഞ്ഞാൽ അതും കറക്റ്റ് ആണ്. ഡിസ്ട്രിക്ട് ആസ് ദി ഫസ്റ്റ് ലെവൽ ഓഫ് ഡീസെൻട്രലൈസേഷൻ, ഇത് 4 സ്റ്റേറ്റ്മെന്റും ഇതിൽ ശരിയാണ്. അപ്പൊ അശോക് മേത്ത കമ്മിറ്റിയെ ഓർത്തു വെച്ചോ. അങ്ങനെ കുറച്ച് കമ്മിറ്റി ഉണ്ട്, അത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസിയാണ് കേട്ടോ. അപ്പൊ അത് പേടിക്കണ്ട, D ആണ് ആൻസർ. ഇനി ഇതാണ് കറണ്ട് അഫയർ ചോദിച്ചത്. അതായത് കറണ്ട് അഫയർ ആയിട്ട് പൊളിറ്റിയിൽ ചോദിക്കുന്ന, അപ്പൊ ഓർത്തു വെച്ചോ, കറണ്ട് അഫയർ ആയിട്ട് പൊളിറ്റിയിൽ ചോദിക്കുന്ന ഒരു എല്ലാ ഇമ്പോർട്ടൻറ്റ് നമ്മൾ സിലബസിൽ പറയുന്ന കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറീസ് ഇല്ലേ, അവരൊക്കെ ആരാണ്, ലേറ്റസ്റ്റ് അതിൻ്റെയൊക്കെ ഹെഡ് ആരാണ്? ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻറ്റ് വ്യക്തിൻ്റെയും റീസെന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത എല്ലാവരെയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അത് ഞാൻ ക്ലാസ്സിലെടുക്കും. ആ ടോപ്പിക് ചീഫ് ഇലക്ഷൻസ് പഠിപ്പിക്കുമ്പോൾ, ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ആരാണെന്നും പ്രീവിയസ്ലി ആരാണെന്നൊക്കെ പറഞ്ഞുതരും. യെസ്, ജ്ഞാനേഷ് കുമാറാണ്. ഇയാൾ അറിയാവോ? രാജീവ് കുമാറിനെ ആർക്കെങ്കിലും അറിയാവോ? രാജീവ് കുമാർ ആരാണെന്ന് അറിയാവോ? ജ്ഞാനേഷ് കുമാറിന് മുമ്പുള്ള ആളായിരുന്നു. ഓക്കെ, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, സിലബസ് ആണ്. 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ്. 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ് എന്ത് ചെയ്തത്? ഈ 21A ക്യാപിറ്റൽ ലെറ്റർ A എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് ശരിയാണ്. 21A ഇൻസേർട്ട് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ 1 ഉണ്ട് ആൻസറിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? B എലിമിനേറ്റ് ചെയ്യാം, D എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് 3 ഉണ്ടെന്ന് അറിയാം. കാരണം 86 അല്ല, നമുക്ക് 1, 3 അറിയാം. 2 ഉണ്ടോ? ആർട്ടിക്കിൾ 45 അമെൻഡ് ചെയ്തോ? 31 എല്ലാവരും A ആണ് പറഞ്ഞത്.
നിങ്ങളുടെ ആൻസർ തെറ്റാണ് മക്കളെ. എന്താണ് തെറ്റാണ്? ആർട്ടിക്കിൾ 45 അസൈൻമെന്റ് ആണ്. എല്ലാവരും പോയി ആർട്ടിക്കിൾ 45 വായിക്കുക. ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് DPSP ആണ്. ആർട്ടിക്കിൾ 45 പറയുന്നത് DPSP ആണ്. ഈ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വരുന്നത് വരെ ഈ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് 45. ഈ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വന്നപ്പോൾ ഈ 45ന് അമെന്റ്മെന്റ് ചെയ്തിട്ട് പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ, അതായത് 6 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആയിട്ട് മാറ്റി. അപ്പൊ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പുതിയൊരു ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റിൽ ഇൻസേർട്ട് ചെയ്യല്ല മാത്രമല്ല ചെയ്തത്, DPSPയിൽ മാറ്റങ്ങൾ വന്നു. ആർട്ടിക്കിൾ 45 മാറ്റം വന്നു. അത് നമ്മൾ പഠിക്കും. പഠിക്കാത്തത് കൊണ്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ക്ലിയർ ആക്കി വെച്ചു. അപ്പൊ നമ്മൾ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പഠിക്കുമ്പോൾ ഈ അമെന്റ്മെന്റ് എന്താണ്, ഇതിന്റെ കാരണം എന്താണ്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അത് മാറ്റം വരുത്തിയത്, ഏതൊക്കെ പാർട്ടായിട്ട് ബന്ധപ്പെട്ടതാണ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ആൻസർ ശ്രദ്ധിച്ചോ. 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പൊ 2ഉം ശരിയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എത്ര ചോദ്യം ഇവിടെ നോക്കിയേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു? 7 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കാൻ പാടുള്ളൂ. ഒരെണ്ണം കറണ്ട് അഫെയർ വന്നു. അപ്പൊ ഒന്ന് കേരള ഗവർണൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഒന്ന് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ കേരള ഗവർണൻസിൽ ചില ടോപ്പിക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ലിങ്ക് ചെയ്ത് വരും. അപ്പൊ ഇത് തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് 6 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതുന്നവർക്കും കമ്പനി ബോർഡ് എഴുതുന്നവർക്കും ഉണ്ടാവും. മറ്റേ SIന്റെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പോളിറ്റിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിലോട്ട് 1ഓ 2ഓ വരും. കേരള ഗവർണൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഒരു 9 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് SI എക്സാം എഴുതുന്നത്. അപ്പൊ എനിക്കൊന്ന് എക്സൈസ് ഇൻസ്പെക്ടർ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 ആണെന്ന് തോന്നുന്നു. അപ്പൊ 8+1+1 വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാർക്ക് ഫുൾ അടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനുള്ള തയ്യാറായിക്കോ, അതിനുള്ളൊക്കെ റെഡിയാക്കി വെച്ചോ. ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ അതും കൂടി കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കറണ്ട് അഫെയർ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് ടൈപ്പ് ഓഫ് ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ, DSPന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഷോക്ക് ആകരുത്, ഹാർട്ട് അറ്റാക്ക് ഒന്നും വരരുത്. കുറെ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും നിങ്ങളെ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കും. അത് ഞാൻ പറഞ്ഞു, ഇത് എന്റെ പ്രോമിസ് ആണ്. അതായത് ഞാൻ ഈ സബ്ജക്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി മെയിൻസ് ഞാൻ എടുക്കുന്നതുകൊണ്ട് ഇതെന്റെ പ്രോമിസ് ആണ്. ഓക്കെ. പക്ഷെ ഒറ്റ നിർബന്ധം, പറഞ്ഞ കാര്യം ചെയ്യണം. ഇപ്പൊ ഇന്നൊരു വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ എല്ലാവരും പരീക്ഷ എഴുതണം കേട്ടോ. ഈ പറഞ്ഞ പേപ്പർ എഴുതിയിട്ട് മാർക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ. ഇനി അപ്പൊ ഇത് DSPന്റെ ഈ എക്സാം നടന്നപ്പോ ശ്രദ്ധിക്കണം, ഇത് SIന്റെ സിലബസ് ആണെന്ന് ഞാൻ പറഞ്ഞു. SIന്റെ സിലബസ് ആണെന്ന് പറഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 176/2025. ഏറ്റവും ലാസ്റ്റ് 31 ഡിസംബർ 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. SI എക്സാമിന്റെ സെയിം സിലബസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്. അപ്പോൾ 7 ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്. പക്ഷെ 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, പേടിക്കേണ്ട. വേണ്ടാ, അടുത്ത ആളെത്തി. ഇനി ഇവൻ ആൻസർ ചെയ്യും, 15ന് ആൻസർ ചെയ്യും. ഈ കമ്മിറ്റീസ് ഇവരെല്ലാവരെയും നമുക്ക് പഠിക്കണം. നമുക്ക് പഠിക്കണം. 15ന്റെ ആൻസർ പറയും മക്കളെ. 15th ആൻസർ എന്താന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞേക്കാം. എന്താണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. 1988 ഗാഡ്ഗിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് രാജീവ് ഗാന്ധി ഗവൺമെന്റ്. ഈ കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് കൊടുക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ്. ഓക്കെ. ആ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് 73rd 74th ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാം, പേടിക്കണ്ട. ഇനി ഇവനും പ്രശ്നമില്ല, ഇവനും കുഴപ്പമില്ല, ഇവനെ നമുക്ക് മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ക്വസ്റ്റൻ ആണ്. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. 54, ക്വസ്റ്റൻ നമ്പർ 54 ആൻസർ എന്ന് പറഞ്ഞേ. എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിലായിട്ട് ബന്ധപ്പെട്ട, അബോളിഷൻ ഓഫ് ടൈറ്റിലായിട്ട് പഠിച്ചിട്ടുള്ള, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചിട്ടുള്ളതാണ്. നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ആക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. There is no prohibition in a title in the nature of military distinction being conferred by the state. അതൊരു എക്സെപ്ഷൻസ് ആണ്, അതും കറക്റ്റ് ആണ്.
No title, no title, not being a military or academic distinction shall be conferred. അപ്പോൾ മിലിറ്ററിയും അക്കാഡമിക് അല്ലാത്ത വേറെ ഒരു ടൈറ്റിലും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അതും അതും കറക്റ്റാണ്, അതും കറക്റ്റാണ്. മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. അപ്പൊ ആർക്കും അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. എല്ലാവരും റിവൈസ് ചെയ്തോ, പോയിട്ടിരുന്നിട്ട് ഈ ആർട്ടിക്കിൾ പോയിട്ട് മര്യാദക്ക് ഇരുന്ന് വായിച്ചോ. ഇപ്പൊ തന്നെ പോയി റിവൈസ് ചെയ്തോ. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കും, പക്ഷെ നിങ്ങളിത് ഡിഗ്രി പ്രിലിംസിന് പഠിച്ചതല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു സാറേ ഞങ്ങൾ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പഠിക്കൽ നിർത്തി എന്ന് പറഞ്ഞാൽ പറയരുത്. അങ്ങനെയല്ല, നിങ്ങൾ എന്തേ, പക്ഷെ അല്ലാണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളല്ലേ. ഓക്കെ, ആൻസർ വരുന്നത് ഞാൻ ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഇതൊക്കെ പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ ആർട്ടിക്കിളും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രൊവിഷൻസ് പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആ ഒരു ഒക്കെ മനസ്സിലായില്ലേ, എവിടെയാണ് നിങ്ങൾ വീക്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി കണ്ടോ, ഇത് കളി മാറി, ഇത് വേറെ സാധനമാണ്. ഇത് ഇനി ഒരു ഫാക്ട് ബേസ്ഡ് വെച്ചുള്ളൊരു കളിയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 32 കണ്ട ഇതില് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ ഇങ്ങനെ വേണമെങ്കിൽ, അതൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പോളിറ്റിയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ കഴിഞ്ഞ DSPന്റെ ഡിഗ്രി ലെവൽ എക്സാമിൽ PSC നടത്തിയത്. കുറെ ആർട്ടിക്കിൾസ്, വെറും ആർട്ടിക്കിൾ അല്ല, സബ് ക്ലോസ് വെച്ചിട്ട് കണ്ടല്ലേ, 32 ക്ലോസ് 1, 32 ക്ലോസ് 2, 32 ക്ലോസ് 3, 32. അപ്പൊ നമ്മൾ ഇനി പഠിക്കുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുത്തിട്ട് 32 ക്ലോസ് 1 മക്കളെ ഇതാണ്, അല്ലെങ്കിൽ ക്ലോസ് 2 ഇതാണെന്ന് പറഞ്ഞു തരുമ്പോ അയ്യോ സാർ ഇത് എന്തിനാണ് പഠിപ്പിക്കണമെന്ന് ചോദിക്കരുത്, ഇത്രയും പഠിക്കണമെന്നും ചോദിക്കരുത്. ഇങ്ങനെ PSC ചോദിക്കുന്നുണ്ട്, ഇത് കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ അറിഞ്ഞിരുന്നോ, ക്ലോസ് 3യിലാണ് അതിൽ കിടക്കുന്നത്. നിങ്ങൾ ഇത്തിരി നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം എങ്ങനെ. അതായത് in the context of remedies for enforcement of rights conferred by Part 3 of the Constitution of India, the Parliament may by law empower any other court. Parliament may by law empower any other court to exercise within the local limits of its jurisdiction all or any of the powers exercisable under its jurisdiction by the Supreme Court. Which provision of the Constitution provides for this? Article 32 ആണ്, പക്ഷെ അത് ഏതാണ്, ക്ലോസ് 3 ആണ്. ക്ലോസ് 3 യെസ് ഡീപ്പായിട്ട് പഠിക്കണം. ഇനി ഇവിടെ നോക്കിയേ, ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടി 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്തത്. എന്ത് ചെയ്തു, ആദ്യം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൂടി വന്നപ്പോൾ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നപ്പോൾ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് ഇപ്പൊ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ അതിൽ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നത് ആർക്കെങ്കിലും അറിയാവോ? ഈ എക്സലൻസ്, ഇത് PYക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്, UPSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത് സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെ പഠിക്കണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടി പഠിക്കുമ്പോൾ ഇതേപോലെ ആർട്ടിക്കിൾ അറിഞ്ഞ് വേണം നമുക്ക് പഠിക്കാൻ. ദേ കണ്ടോ, ദേ കിടക്കുന്നത്, എന്റെ അമ്മോ. ഇത് നമുക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ പഠിക്കാനുണ്ടെന്ന് നോക്കിയേ. ക്ലോസ് 1, ക്ലോസ് 2, ക്ലോസ് 3, ക്ലോസ് 4. Which provision of the Constitution of India allows the member of a public service commission to participate in the profits of an incorporated company which benefits from any government contract without such act being treated as a misbehavior? അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് പറയുന്നത് D ആണ്, 317 ക്ലോസ് 4. അപ്പൊ ഇതെല്ലാം ഈ ക്ലോസ് ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ, പേടിക്കണ്ട, നമുക്ക് പഠിക്കും. ഇനി നോക്കിയേ, CAG നോക്കിയേ, അഗെയിൻ ചോയ്സ് നോക്കിയേ, 148 ക്ലോസ് 1, ക്ലോസ് 2, ക്ലോസ് 3, ക്ലോസ് 4. Which provision of the Constitution of India mandates that CAG shall not be eligible for further office? നമുക്കറിയാം ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് ഏത് ക്ലോസാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതും ഇതേപോലെ നമുക്ക് പഠിക്കാം. ഓക്കെ, 148 ക്ലോസ് 4 തന്നെയാണ്. അപ്പൊ ഇത് ഓരോരോ ക്ലോസ് നമുക്ക് പഠിക്കാം, ക്ലോസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചത്, ഇത് ഒരു PSC നടത്തിയ ഡിഗ്രി ലെവൽ നടത്തിയതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാരണം ഇത്രയും ഫാക്ട് മാത്രമല്ല, നമ്മൾ ആരും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പരീക്ഷ എഴുതിയ പിള്ളേരുടെ പൊന്നീച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ
ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ സിലബസിലുണ്ട് അല്ലെ. ആർട്ടിക്കിൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് 338 ഞാൻ പറഞ്ഞു, 338A 338B പറഞ്ഞു. ഇത് ഷെഡ്യൂൾ കാസ്റ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 338 ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഷാൽ ബി ദ അതൊക്കെ പഠിക്കാം കേട്ടോ. ഉണ്ണിമായ എല്ലാം പഠിക്കാം. ഡീപ്പായിട്ട് അറിയില്ല, നമുക്കറിയാം. അത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. നമ്മൾക്ക് എല്ലാം അറിയാന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു പറയാണ്, അയ്യോ എനിക്കെല്ലാം അറിയാം, അതാണ് ഞാൻ പേടിക്കുന്നത്. അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം നമുക്ക് ക്ലാസ്സിലൂടെ ഇതെല്ലാം പഠിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ പറയുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷന്റെ പവേഴ്സിനെ കുറിച്ചിട്ടാണ്, ഡ്യൂട്ടിയെ കുറിച്ചിട്ടാണ്. ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി സേഫ് ഗാർഡ്സ് പ്രൊവൈഡഡ് ഫോർ ദി ഷെഡ്യൂൾ കാസ്റ്റ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു ഇവാലുവേറ്റ് ദി വർക്കിംഗ് ഓഫ് സച്ച് സേഫ് ഗാർഡ്സ്. യെസ്, അത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അത് പറയുന്നുണ്ടത്. To investigate and monitor all matters relating to the safeguards provided for the scheduled caste under any law. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ under any law for the time being in force or under any order of the government and to evaluate the working of such safeguards. അതും കറക്റ്റ് ആണ്. To inquire into specific complaints with respect to the deprivation of rights and safeguards of the scheduled caste. അതും ശരിയാണ്. മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻസർ വരുന്നത് ഡി ആണ്. ഇനി ദേ വരുന്നു GHIJ. Okay, the governor of a state shall constitute a finance commission. The governor of a state shall constitute a finance commission to review the financial position of the panchayat under which of the following provision. അപ്പോൾ നമുക്കിതെല്ലാം പഠിക്കേണ്ട ഒരു പ്രൊവിഷൻസ് ആണ്. ഞാൻ എടുക്കുമ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത്, അപ്പം ഓർത്ത് വെക്കണം. ഫിനാൻസ് കമ്മീഷൻ 2 സ്ഥലത്ത് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ശരിയാണ്, 60C ആണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എടുത്തത്. പഞ്ചായത്തിലും പറയുന്നുണ്ട്, മുനിസിപ്പാലിറ്റിയിലും പറയുന്നുണ്ട്. രണ്ടും ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കണക്ട് ചെയ്ത് ആ 2 ആർട്ടിക്കിളായിട്ട് കമ്പയർ ചെയ്ത്, പഞ്ചായത്തിൽ ഏതാണ് ആർട്ടിക്കിൾ, മുനിസിപ്പാലിറ്റിയിൽ ഏതാണ് ആർട്ടിക്കിൾ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്പറിംഗ് സിസ്റ്റം വെച്ച് ചില ടെക്നിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിത്തുടങ്ങും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആ ടൈപ്സ് ഓഫ് മെജോറിറ്റി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആപ്പിൽ ഇട്ടിട്ടില്ല, പക്ഷെ ഞാനൊരു പബ്ലിക് വീഡിയോ ആയിട്ട് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രൊസീജിയർ ആർട്ടിക്കിൾ 368 മനസ്സിലാണെന്നുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള മെജോറിറ്റിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം. ആ വീഡിയോ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ, ഇതും അടുത്ത നിങ്ങളുടെ വർക്കാണ്, ഇത് നിങ്ങൾ കണ്ടുവെക്കുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും, ഞാൻ ചില വീഡിയോസ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്തിടും. അത് നിങ്ങളത് കണ്ടാൽ മതി. ഓക്കെ, പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ നമ്മൾ പോകും. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വെക്കും. അല്ലാണ്ട് നമുക്ക് വേറെ കുറെ ഉണ്ടല്ലോ, കേരള ഗവർണൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ തന്നെ പോകാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോകണ്ട. എന്താണ്, നാളത്തെ ടെസ്റ്റ് എഴുതി മാർക്സ് ഇടുക. എത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്, മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഈ 003 2026 എക്സാം എഴുതി എങ്ങനെ മാർക്ക് ഇടണമെന്ന് പറഞ്ഞല്ലോ, അതേപോലെ മാർക്ക് ഇടുക. അപ്പൊ ഈ വീഡിയോ ഫുള്ള് കാണാത്തവര് മൊത്തം ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക, ആദ്യം മുതൽ കണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് കണ്ട് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാം. സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, 6 ചോദ്യം ചോദിച്ചോട്ടെ, 7 ചോദ്യം ചോദിച്ചോട്ടെ, എത്ര ചോദ്യം വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ വന്നോട്ടെ, നമ്മൾ അതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, അതിനുള്ള ആ ഒരു മനസ്സ് റെഡിയാക്കി. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടെ, ഇപ്പൊ 0 നോളജ് ആണ്, അല്ലെങ്കിൽ പല കൺസെപ്റ്റിലും കൺഫ്യൂഷൻ ഉണ്ട്, പല ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഒന്നും പേടിക്കണ്ട. 0 നോളജ് ആണെന്ന് നിങ്ങൾ പറഞ്ഞാലും പ്രശ്നമില്ല, പഠിക്കാൻ മാത്രം റെഡിയായാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ്ജക്ട് നിങ്ങളുടെ ഏറ്റവും വലിയ, ഈ കോഴ്സ് തീരുന്നതോടുകൂടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റായി മാറിയിട്ടുണ്ടാവും. പേടിയുള്ളവർ, ഇത് മനസ്സിലാത്തവർക്ക്, അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ്ജക്റ്റിനെ മാറ്റിയെടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ നിർത്താം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ലൈവിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.